അങ്ങനെ ഈ ലറബ വരുമ്പോഴാണ് ഇവിടെ രണ്ടാള് വരിക. ശരിയുണ്ടോ? മുരിബയാണെങ്കിൽ അദ്ദേഹം മനോജ് സമാങ്കല്പ എഴുതാം. മുരിബ മുരിബ എന്ന് പറഞ്ഞാൽ വേണോ? അവിടെ ശ്രദ്ധിക്കട്ടോ. ലറബ സെയ്തും ലറബ സാരിയും സെയ്തും നമ്മൾ പറഞ്ഞു. ഇനി അതേ സ്ഥാനത്ത് മുരിബയാണെങ്കിൽ സെയ്തൻ ഉണ്ടാവില്ല, മുരിബയാണെങ്കിൽ സാരിയുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങള് ഇവിടെ ലംബ് വായിക്കേണ്ട രംഗാണ് ആര്? ഇവിടെ ഈ വാതിന് ലംബാണ് വായിക്കണ്ടെങ്കിൽ ഇവിടെ ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം, രണ്ടാമത്തെ ആളും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ലറബനെ വായിക്കണം. ഇവിടെ എന്താ അർത്ഥം? അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടി കൊണ്ടു. സാരിയും സാരിഹിനായി അർത്ഥം. സാരിഹിന് അടിയിട്ടിന്നാണ് അർത്ഥം വരിക. ഗുരുദേവം മജൂലല്ലേ, ആരാ തച്ചത് എന്നറിയില്ല, ഫായിൽ ഇവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ മഫൂലിനെ ഫായിലിന്റെ സ്ഥാനത്ത് നിർത്തിക്കുകയാണ്. അതുകൊണ്ട് ഫായിലിന് നമ്മല്ലേ ഉണ്ടാവുക. അപ്പൊ മൂപ്പരെന്താണ്? സാരിഹിനെ സാരിഹിനെ അടി കിട്ടിയെന്നാണ്. ദുരിവാടിക്കപ്പെട്ടു ആരെ? സാരിഹിനെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാല് ലറബ എന്നുള്ള വേർഡ് കാണുന്നു, ഇവിടെ ഒരാളെ പേര് മാത്രം കാണുന്നു. അപ്പൊ നിങ്ങൾ എന്താ വായിക്കുക? ദുരിബ എന്നാണ് വായിക്കും. ശരിയോ? മനസ്സിലായില്ലേ? രണ്ടുപേരുണ്ടെങ്കിൽ ലറബ എന്ന് വായിക്കാം. കാരണം ഇവിടെ സാലും പിന്നെ ഇവിടെ സെയ്തല്ലല്ലോ, സെയ്തൻ. ഇവിടെ നമ്മള് ലറബ സാലിഹുൻ സെയ്തൻ, ലറബ സാലിഹുൻ സെയ്തൻ. അപ്പൊ ഇത് രണ്ടാൾ ഇവിടെ ഉണ്ടായാൽ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ലറബയാണ് വായിക്കേണ്ടത്. ശരിയുണ്ടോ? അതായത് മഅറൂഫായ ഫീലാണെങ്കിൽ ഫായിലും മഫ്ഊലും ഉണ്ടാവും. ലറബ മഅറൂഫല്ലേ, ദുരിബ മജ്ബൂലാണ്. ചെറുതോടെ മൊത്തമായി മഅറൂഫ് തന്നിരുന്നാണ് ലറബയ്ക്ക് എന്ന് പറയുന്നത്. അപ്പൊ മജ്ബൂൽ മജ്ബൂലാവുമ്പോ മഫൂലിനെ കാണൂല, ഫായില് മാത്രമേ കാണൂ. അപ്പൊ മജ്ബൂലാകുമ്പോ ആദ്യ അക്ഷരത്തിന്റെ ഫായിലിന്റെ ലമ്മായി അത് ഫായിലിന്റെ വമ്മൻ ഉണ്ടാവുക. ഇത് ഫായിലിന്റെ വമ്മനെയാണ്. ഇതിനെ നായിബ് ഫായിൽ എന്നാണ് പറയാം. നായിബ് ഫായിലിന് പകരം മഫൂലാക്കി ഇവിടെ അതാണ്. പക്ഷെ എന്താ വെച്ചാല് ഈ നിയമങ്ങളിൽ എങ്ങനെയൊക്കെ വെച്ചാല് ഇയാളെ ഫായിലിന്റെ സ്ഥാനത്താക്കിയിട്ട് പിന്നെ മഫൂൽ ഉപയോഗിക്കുക. അപ്പൊ ഫായിലിന്റെ സ്ഥാനത്താണ് ഇത് എന്ന് അറിയിക്കാൻ. കാരണം ഏതൊരു പേര് വരികയാണെങ്കിൽ ഏത് ഫായിൽ വേണമെന്നാണ്. ഒരു ഫായിലില്ലാത്തൊരു പേരും ഉണ്ടാവില്ല. അപ്പൊ അതിനെന്ത് ചെയ്യാണ്? പകരക്കാരനായിട്ട് മഫൂലിനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനത്തെ ചില ഫീലുകളില്ലേ? ഫായിലില്ലാത്തൊരു ഫീലുമില്ല. അല്ല ഓക്കെ, മഫൂലില്ലാത്ത ഉണ്ടാവും. ഉദാഹരണം ഉറങ്ങി അല്ല ഹസന സെയ്ദ് സുന്ദരനായി. ഹസന സെയ്ദ് ആ ഫീലിനെ ലാസിം എന്നാണ് പറയുന്നത്. മുത്താദി ലാസിം എന്നാണ് രണ്ട് ഐറ്റംസ് ഉണ്ട്. ഇത് മഫൂലിലേക്ക് പോകുന്നതും മഫൂലിലേക്ക് പോവാത്തതും. അത് വേറെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ എങ്ങനെ പഠിപ്പിക്കുക? അത് വളരെ അപൂർവത്തിലേ കാണുള്ളൂ. അത് നമുക്ക് ആ ഫീലിനെ കാണുമ്പോൾ നമുക്ക് തിരിയും. ഇതുപോലെ ലറബവൽത്തിയിലൊന്നും കാണൂല. ഇതിലല്ലേ ശരിയല്ലേ? അതിന് വജുഹ് പിന്നെന്താണ് ഈ എന്താ പറയാ, ഓരോ സൗന്ദര്യം ഉണ്ടാവുക, അതുപോലുള്ള ഗുണങ്ങളെ സൂചിപ്പിക്കുന്നിടത്താണ് കാണുന്നത്. ഇത് നിങ്ങളിത് മാത്രം ഓർക്കുക. വേറെ എന്തെങ്കിലും ഇതിന് ഇടങ്കോലം ഉണ്ടോ നിങ്ങൾ ചിന്തിക്കണ്ട. ഇത് നിങ്ങളെ തലയിൽ കയറി കഴിഞ്ഞാൽ മറ്റത് വരുന്ന രൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ശരിക്കും പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു രൂപം റെഡിയല്ലേ? ലറബ സാലിഹുൻ സെയ്ദൻ. അപ്പോ ഈ അർക്കത്തിടാതെ ലറബിയും സാലിഹും സെയ്ദും പറഞ്ഞാൽ നിങ്ങളത് അതേപോലെ വായിക്കും. ലറബ സാലിഹുൻ സെയ്ദൻ എന്ന് വായിക്കുന്നത് മനസ്സിലായില്ലേ? അതായത് രണ്ട് ഇസ്മുകൾ
സാലിഹ് ഒരു ഇസ്മാണ്, സെയ്ദ് ഒരു ഇസ്മാണ്. ഈ രണ്ട് ഇസ്മുകളിൽ ഒരു ലറബ എന്ന് പറഞ്ഞ പേര് അതിനോട് ചേർന്ന് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് ഇസ്മു കണ്ടാൽ ഉറപ്പിക്കാം അവിടെ ലറബ എന്ന് വായിക്കണം, ഇവിടെ സാലിഹ് എന്നും വായിക്കണം എന്ന് ഉറപ്പിക്കണം. ശരിയല്ലേ? മറക്കുന്നു തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ ഉദാഹരണം എഴുതി വെച്ചാൽ മതി. ഉദാഹരണം എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വെച്ചാൽ മതി. ഈ രണ്ട് ഉദാഹരണം ഇങ്ങനെ എഴുതി വെക്കുക, ഹർക്കത്ത് കണ്ട്. ലറബ സാലിബുൻ സൈദൻ ലുരിബ സാലിബുൻ രണ്ടെണ്ണായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, അറബി പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ കേൾക്കുമ്പോ ഇങ്ങനെ കുട്ടികള് കൊട്ടരി വെച്ച് നടക്കണവരിങ്ങനെ പതുക്കെ പുസ്തകം നടക്കാൻ നോക്കുന്ന പോലെ വായനയിൽ. ആ ഉദാഹരണം എഴുതിച്ചു ലുരിബ സാലിഹൊന്നും ലറബ സാലിഹും ചെയ്തെന്നില്ല. ആ രണ്ട് ഉദാഹരണങ്ങൾ എഴുതി. ഇത് ഞാൻ പറഞ്ഞത് അത് ഓർമ്മയിൽ വെച്ചാൽ മതി കേട്ടോ. അറക്കത്തിലാതെ നമ്മൾ വായിക്കും ഈ സംഭവം. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളെ അറക്കത്തിലാത്തത് നമ്മളിങ്ങനെ ആ പോയിന്റുകൾ പഠിച്ചു വെച്ചാല് ആ പോയിന്റ്സ് ഓർമ്മയിൽ ഉണ്ടാവും. പിന്നെ നമ്മള് കുറച്ച് അറബി പുസ്തകത്തിൽ ഇങ്ങനെ നമുക്കൊരു ആവേശം തോന്നും, ഒരു അറബി പുസ്തകത്തിൽ നോക്കാനൊക്കെ ഒന്ന് വായിച്ചു നോക്കാനൊക്കെ ഇവിടെ എന്താ അറക്കത്തുന്ന ഈ അതിനകത്തെ അർത്ഥങ്ങൾ നമ്മൾ ഡിക്ഷണറി ഒക്കെ ആണെങ്കിൽ എങ്ങനെ കുറച്ചെങ്കിലും മനസ്സിലായില്ലല്ലോ. എതില്ല പോലെ ഡിക്ഷണറി അത് ഡിക്ഷണറി ഒന്ന് ശരിയാടാ. നമ്മൾ അറിയാത്ത അർത്ഥം സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ ഒരു വർഷമൊക്കെ നമ്മളിങ്ങനെ പഠിച്ചാല് പിന്നെ നമുക്ക് ഡിക്ഷണറി നോക്കാം. കാരണം ഒരു വേർഡിനെ തിരിഞ്ഞും മറുപടി വരും. അപ്പൊ തന്നെ ചിലപ്പോ അത് ആകെ കുട്ടമ്പടിയേക്കാരം. അപ്പൊ അച്ഛന് നമ്മള് ഒന്നും ഡിക്ഷണറി നോക്കരുത്. അച്ഛന്റെ അഭിപ്രായം എന്താ വെച്ചാൽ അഭ്യന്തര ആവശ്യത്തിലുള്ള മാത്രം എഴുതി ബാക്കി ഹിക്കുമലിക്ക് വെക്കുക എന്നുള്ളതാണ്. ഇത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം വായിക്കാനോ അപ്പോഴൊക്കെ നമ്മൾ എഴുതിയ നോട്ടിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഒക്കെ നമ്മളെ ഹിക്കുമെന്ന് വരണല്ലോ. നമ്മള് പഠനം എന്നുള്ളത് ഇതിൽ വളരെ കുറച്ച് കാണാപ്പാടം, ഒരു ലേശം കാണാപ്പാടം പഠിച്ചാൽ മതി. ഒറ്റ സീ കാണാപ്പാടം പഠിച്ച ബാക്കിയുള്ളൊക്കെ കളിയല്ലേ. അത് വരും നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പഠിച്ചു ലൗരീബ സ്വാലിഹുൻ എന്ന് പറഞ്ഞപ്പോ സാലിഹിന് അടിക്കപ്പെട്ടു എന്നാണ്. ലറബ സ്വാലിഹുൻ സ്വാലിഹ് അടിച്ചു സെയ്ദൻ സെയ്ദിനെ എന്നു. അപ്പൊ ഇവിടെ എന്താണ് സ്വാലിഹുൻ എന്നുള്ളത് ദുരിതയുടെ നായിബ് ഫായിലാണ്. ഫായിലിന്റെ സ്ഥാനത്ത് വന്നതാണ്. ഫായിലിനെ അടിക്കുക നോക്കൂലൻ അവൻ ഇത് ഫായിലിന്റെ സ്ഥാനത്താണ്. ലറബ സ്വാലിഹുൻ സെയ്ദൻ സാലിഹ് എന്ത് ചെയ്തു? സെയ്ദിനെ അടിച്ചു. ഇനി അതുപോലെ നസർ വെച്ചോളി. നസർ വെച്ചിട്ട് വേറെ ആളെ പേര് പറഞ്ഞോളി. രണ്ടാളെ പേര് നസർ സായിദ് മുഹമ്മദ് ഇസ്മായിലൻ. കറക്റ്റ് അല്ലേ? മുഹമ്മദ് ഇസ്മായിലൻ. അതേപോലെ പറഞ്ഞോളി ഇസ്മായിലൻ. ഇസ്മായിലിനെ സഹായിക്കപ്പെട്ടു. അറിയില്ലാണ് ഇത് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതേപോലെ കുറച്ച് ഉദാഹരണങ്ങള് നിങ്ങൾ ഓർമ്മയിലുണ്ടാവുകയും അത് നോട്ടില് പേരുകൾ ഓർമ്മയിലുണ്ടായി. ഇത് എഴുതിയതിനനുസരിച്ച് കുറെ പേരുകൾ വെച്ചിട്ട് പറഞ്ഞു നോക്കണം. ഇത് വളരെ ഈസി ആണെങ്കിലും അത് പോയ മാർക്കും ഇതില് യഥാർത്ഥത്തിൽ മഫൂലാണ്. അത് നമ്മൾ ഫായിലിന്റെ സ്ഥാനത്തേക്ക് നീക്കി നായിബ് ഫായിൽ തവക്കല സെയ്ദുൻ റബ്ബൻ. സെയ്ദ് തവക്കുലായി ഭാരം ഏൽപ്പിച്ചു റബ്ബൻ റബ്ബിനെ. സെയ്ദൻ അല്ല സെയ്ദ്. ആരാണോ ചെയ്തത് ഫായിലിന് റബ്ബാണ്. മുത്തവക്കിൽ എന്ന് പറഞ്ഞാല് അതിനെ ഇസ്മു ഫായിലായിട്ട് ഉപയോഗിക്കും. അതിനൊരു ഇസ്മായിട്ട് ഉപയോഗിക്കും. മുത്തവക്കിൽ എന്ന് പറഞ്ഞാൽ ഭാരം ഏൽപ്പിക്കുന്നവൻ. അപ്പൊ ഉദാഹരണം ഇപ്പോ അള്ളാഹു ഈ ഭാരമേൽപ്പിക്കുന്ന അതെ അതൊക്കെ പേരാണ്. മുത്തവക്കിൽ എന്ന് പറഞ്ഞാൽ മുത്തവക്കിലിന്റെ ബഹുവചനാണ്. ഇതിന് വേറെ രസമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പോ ഫായലാന്നല്ലേ, ഇതെന്താ പ്രവൃത്തി എന്നാണ്. ഇതൊരു പ്രവൃത്തിയല്ലേ. എന്നാ ഫായിലോ അതേപോലെയാണ് തവക്കല എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. തവക്കല എന്നാൽ മുത്തവക്കില് വരുമ്പോ പേരായി മാറി.
പ്രവർത്തിക്കുന്നവൻ. ഈ ഫായിലിന്റെ അതേ പൊസിഷനാണ് മുത്തവക്കില്? ഫായിലിന്റെ അതേ പൊസിഷനാണോ മുത്തവക്കില്? മുത്തവക്കിലും ഇപ്പൊ ഫായിലാണ്, ഫായിലിന്റെ അതേ സ്ഥാനത്ത്. ഫായിലാണ് പ്രവർത്തിക്കുന്നവൻ, ഫായിലാണ് പ്രവർത്തിച്ചു, ഫായിലാണ് പ്രവർത്തിക്കുന്നവൻ. തവക്കലാണ് വരവേൽപ്പിച്ചു, മുത്തവക്കിലാണ്. അവിടെ അള്ളാഹു തവക്കൽ, അള്ളാഹു എങ്ങനെ വരിക? അള്ളാഹു ആരേക്ക് അള്ളാഹുവിന് എന്ത് പറയാമോ? അള്ളാഹുവിനെ നമ്മൾ മുത്തവക്കിൽ എന്നല്ല, മുത്തവക്കൽ എന്നാണ്. ഇതിലല്ലേ മുത്തവക്കൽ, ഭാരമേൽപ്പിക്കപ്പെടുന്നവൻ. അവിടെ മജൂരിന്റെ ആശയായി മാറി മുത്തവക്കൽ. അള്ളാഹിനെ പറ്റി അങ്ങനെ പ്രയോഗിക്കാം. അതേസമയത്ത് നേർക്കു നേരെ തവക്കല സൈദുൻ റബ്ബൻ, സൈദൻ ചെയ്തു ഭാരമേൽപ്പിച്ചു, റബ്ബൻ അവന്റെ റബ്ബിനെ ഭാരമേൽപ്പിച്ചു. തവക്കല സൈദുൻ റബ്ബൻ, ഇവിടുത്തെ അതേപോലെ തവക്കല സൈദുൻ റബ്ബൻ, ശരിയല്ലേ? ഇങ്ങനെ മജൂലാകുമ്പോ തൂക്കില ചെയ്തു, അല്ലെങ്കിൽ തൂക്കില റബ്ബ്. അതാ അടിപ്പില്ല. റബ്ബൻ തൂക്കില റബ്ബ് എന്ന് പറയാം. തൂക്കില റബ്ബ് തവക്കലാമാണ്. പിന്നെ ഇത് മുതാരിയാണ് തോന്നിപ്പോയത് കേട്ടോ. കാരണം എന്താ അറിയോ, ഇത് മുതാരിയാണ്, യതവക്കലൂന്നാണ് വരിക. മനസ്സിലായില്ലേ? പിന്നെ ഇതുവരെ ഇത് പിന്നെ തവക്കല അവൻ പറഞ്ഞു. ഞാൻ അത്തവക്കലു മുലാരിയിലാവുമ്പോ അത്തവക്കലു, മാതിയിലാവുമ്പോ തവക്കലു. ഞാനും ചെല്ലിത്തരാം. തവക്കല തവക്കല തവക്കലു, തവക്കലത്ത് തവക്കലത്ത തവക്കല്ല, തവക്കൽത്ത തവക്കൽത്തുമാ തവക്കൽത്തും, തവക്കൽത്തി തവക്കൽത്തുമാ തവക്കൽത്തും, തവക്കൽത്തു തവക്കൽത്തും. മുതാരി യതവക്കലു യതവക്കലാനി യതവക്കലൂന തതവക്കലു തതവക്കലാനി യതവക്കൽന തതവക്കലു തതവക്കലാനി തതവക്കലൂന തതവക്കലീന തതവക്കലാനി തതവക്കൽന അതവക്കലു നതവക്കലു. നമ്മളെ മുതാരി ചെല്ലി പഠിച്ചിട്ടില്ലേ? പക്ഷെ ഞാൻ ഈ മാറി മറന്നു പോകുമെന്നുള്ളതുകൊണ്ട് മാറിമൊക്കെ ഒന്ന് ഇറങ്ങി പോകുന്നതാണ്. ഇന്നലെ നമുക്ക് ഈ കോലത്തിലൊന്നും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ചും കൂടെ കുട്ട കിട്ടും. ഭാരമേൽപ്പിക്കുന്നവൻ. ഇവിടേക്ക് നമ്മൾ എത്താനാണുള്ളൂ. കുറച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു 6 ക്ലാസ് കഴിഞ്ഞാൽ ബഹുവചനാണ് മുത്തവക്കിലിന്റെ. പല്ലിയത്തവക്കലിൽ മുത്തവക്കിലൂ എന്ന് ഖുറാനിലെ ആ മുത്തവക്കിലൂൻ എന്ന് പറഞ്ഞ ബഹുവചനാണ്. അത് ഇസ്മാണ്, തീരല്ല, ഇസ്മാണ്, പേരാണ്. അപ്പോ ഭാരമേൽപ്പിക്കുന്നവർ എന്നാണ് മുത്തവക്കിലിയാണല്ലോ. അത് മുത്തവക്കിലി എന്ന് പറയുമ്പോ അവിടെ എന്തുന്നത്, അവിടെ നസ്ബിന്റെ സ്ഥാനത്തായി, നസ്ബിന്റെ അതായത് ഫതഹിന്റെയോ കെസറിന്റെയോ സ്ഥാനത്ത് ആ മുത്തവക്കിൽ എന്ന് പറയുന്ന വേർഡ് വരുമ്പോഴാണ് മുത്തവക്കിലി എന്ന് പറയുന്നത്. അലൽ മുത്തവക്കിലീൻ, ഭാരമേൽപ്പിക്കുന്നവരുടെ മേലിൽ. ഈ അങ്ങനത്തെ സംശയങ്ങളൊക്കെ നേരത്തെ തന്നെ തീർത്തു പോയ കുറെ കേൾവിയിരുന്നു. കേട്ടോ, അലൽ മുത്തവക്കിലീൻ എല്ലാരും ശ്രദ്ധിക്കട്ടോ. അലൽ മുത്തവക്കിലീന ഇവിടെ എന്താണ്? അലൽ മുത്തവക്കിലീൻ എന്നല്ലേ. ഇനിയിപ്പോ യതവക്കലിൽ മുത്തവക്കിലൂന്നാണ്. അൽ മുത്തവക്കിലൂൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അറബി ഭാഷ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അറബി ഖുറാനിന് അനുസരിച്ച് ഭാഷ ഉണ്ടാക്കിയല്ലേ. അത് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ്. മാത്രമല്ല അതൊരു ഭാഷന്റെ കാര്യത്തില് അല്ലമല്ല അസ്മാ കുല്ലഹാന്നല്ല അതിന്റെ പേര് ഒക്കെ പഠിക്കുന്നത്. ആ വിഷയത്തിലുള്ള പഞ്ചലോക ചർച്ച എന്തായാലും ഭാഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന് എല്ലാവർക്കും അത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഭാഷ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ മൺകുണ്ടന്മാരായി നടക്കണോണ്ട് അത് പുറത്തേക്ക് വരില്ല എന്നാണ്.
നമ്മുടെ ഇതിന്റെ വേറെ അത്ഭുതം എല്ലായിടത്തും ഒരേ നിയമമുള്ളൂ. അതെ അതെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഇത് മെമ്മറി ഭയങ്കരമാണ്, ലോ കൊട്ടാറ് കയറാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മള് പാപം ചെയ്തിട്ടും അതുപോലെ നമ്മളുടെ ചുറ്റുപാടുകളും കൊണ്ട് നമ്മളുടെ അതെന്തില്ല കന്നഡ പിന്നെ എ സി ഉള്ള റൂമിൽ പെട്ടെന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴല്ലേ പെട്ടെന്ന് കന്നഡയുടെ അവിടെ ഒരു പക ഒഴിയിട്ട് പിന്നെ അതിന് മാറ്റിട്ട് റോഡ് എന്ന പോലെ നമ്മളെ ഹൃദയം അങ്ങനെയാകുമല്ലോ. ഇതൊരു പണ്ഡിതന്മാരുടെ ചർച്ച വന്നു, ഭാഷ എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കേണ്ടതാണോ പഠിക്കാതെ അവസ്ഥ ഇറക്കി കൊടുക്കുന്നതാണോ തർക്കം. അപ്പോ വലിയൊരു വിഭാഗം പറഞ്ഞത് അത് അവസ്ഥ മനുഷ്യന്റെ മനസ്സിൽ കൊടുക്കുന്നതാണ്. ഏത് വേർഡും ഏത് പിന്നെ വാക്കും കേട്ട മനുഷ്യനെ അതിന്റെ അർത്ഥം അറിയുന്ന വിഷയത്തിൽ പഠിച്ച ആളുകൾക്ക് പഠിക്കാത്ത ആണെങ്കിലും അപ്പൊ എന്നിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോ ഒരു പണ്ഡിതന്റെ മുന്നിൽ കൊടുത്ത വേണം തരാം. എന്നാ ശരി, എന്നാ ആദുക എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താന്ന് മുമ്പ് അറിയേ എല്ലാ വേർഡും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോ ഒരു കട്ടിപ്പുണ്ട്, അതിൽ ഒരു കല്ലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. മാത്രമല്ല ഒരു കല്ലിന്റെ പേര് തന്നെയാണ്, കല്ലിൽ തന്നെയാണ്. അങ്ങനെ അതേക്കുറിച്ച് പഠനം നടത്തി മറ്റു പണ്ഡിതന്മാരെ അതിന്റെ ഡിക്ഷണറികളൊക്കെ നോക്കി നോക്കുമ്പോ കല്ല് തന്നെയാണ്. അതെന്ന് വെച്ചാല് ഈ ഇപ്പൊ നമ്മളെ കാലുമൊരു എന്തെങ്കിലും കുട്ടിക്ക് എഴുതി കിട്ടിക്കോ, അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നും കാഞ്ഞാവാനുള്ള സാധ്യത. ഒരു മരമാണെങ്കിൽ അങ്ങനെയല്ല, ഒരു കുത്തി കയറുക അല്ലെ കല്ലൊന്നും ആവില്ല. അത് ഒരു ആണി ഒരു ഇരുമ്പെന്തോ കുത്തി കയറിയാണ് അതിന്റെ ആ കടത്തിലൊക്കെ കണ്ടു നോക്കുമ്പോ അല്ലേ നമുക്ക് അതുപോലെ തന്നെ ഒരു വേറൊരു മനുഷ്യൻ കേട്ടാ അവന്റെ മനസ്സിലുണ്ടാവുന്നതാണ്. ഈ ദീക്കുകൾ ഇറങ്ങുമ്പോ അങ്ങനെ ഒരു വരുന്നതാണ് മറ്റൊരു ലോകത്തെ ചർച്ച. പക്ഷെ നമ്മള് ആ ലോകമൊക്കെ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ ചുറ്റുപാടുകൾ എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് നമ്മളിലൊക്കെ ഒരു കല ഉണ്ടാവും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കല നല്ല താരങ്ങളായി പോകുന്നുണ്ടാവും, നമ്മൾ പോലും അറിയില്ല. നമുക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു കാര്യം നമ്മൾ കൂടുതൽ അത് ഇങ്ങനെ അതിന്റെ വേഗം പോകുന്നുണ്ടാവും. അങ്ങനെ ഈ ഭാഷാ പഠനത്തിൽ നമ്മൾ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ചില വേർഡൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെ എഴുതുന്നത് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതും. അങ്ങനെ ഒരു അതാണ് ഭാഷ. അപ്പൊ ഏതായാലും അരൽ മുത്തവക്കിലിന്നതില്ലേ, അരൽ മുത്തവക്കിലിന്നും കണ്ടു, അൽ മുത്തവക്കിലൂന്നും കണ്ടു. വലിയ തവക്കലിൽ മുത്തവക്കലു എന്നല്ല ഖുറാൻ. അപ്പൊ ഈ മുത്തവക്കിലു എന്നുള്ളതും ഇതും തമ്മിൽ എന്താ വ്യത്യാസമാണ്? ഇവിടെ ഇത് ഫായിലാണ്, അതായത് തവക്കുൽ ചെയ്യുന്നവൻ വലിയ തവക്കൽ, തവക്കുൽ ചെയ്യട്ടെ, ഭാരം എടുക്കട്ടെ. അൽ മുത്തവക്കിലും തവക്കുൽ ചെയ്യുന്നവർ. അപ്പൊ തവക്കുൽ ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ ആരാണ്? അടിക്കുന്നവൻ എന്ന് പറഞ്ഞ സ്ഥാനത്തായി. അപ്പൊ അവിടെ എന്തായാലും നമ്മൾ ഇയാൾക്കുള്ളത് ലൂ. അതേ സ്ഥാനത്ത് അലൽ മുത്തവക്കിലീൻ, അല എന്നുള്ള അക്ഷരം വന്നാൽ കിസ്റ കൊടുക്കണ്ടേ, അലൽ മുത്തവക്കിലി എന്നാ പറയാം. അല എന്നല്ല, ഇത് 19 അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ വന്നാൽ അവിടെ കിസ്റായി. നമ്മൾ പറയും അല മീൻ ഇല പി ലാമ് റുബ വാറുബ അൻ അല കാഫ് മുദു മുണ്ടു ഹത്ത വാവുൽ ഫസ്മു ബാബുഹു സാബുഹു ഹഷ ഹദ അല. ഇങ്ങനെ 29 അക്ഷരങ്ങള് ഏത് വേർഡിന്റെ ബാക്കിൽ വന്നാലും കിസ്റ് വായിക്കണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നിങ്ങളെ മനസ്സിലിങ്ങനെ നമ്മളിപ്പോ ഇതൊന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് എന്തെല്ലാ കാര്യങ്ങളും മനസ്സിൽ കൂടി വരികയാണ്. അത് വളരെ നല്ലത് വേണം. നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മളൊരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ, ഒരു കാടുകൂടെ പോകുമ്പോ ഒരു മുള്ളിന്റെ ഒരു വലിയ ഒരു കോല് എന്തെങ്കിലും ഒരു മുൾച്ചെടി പുറത്തേക്ക് തൂങ്ങിക്കണ്ടി നമ്മളെന്ത് ചെയ്യും, അതിനൊന്ന് നീക്കിക്കാണ്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇത് പഠിക്കുമ്പോ നമ്മൾ ഇതൊക്കെ മനസ്സിൽ വരുമ്പോ നമ്മളൊരു വഴിക്ക് പോവുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ നമ്മൾ ഇതിനെ കാണേണ്ടി രണ്ടുപേരെ അവസ്ഥനാണ്. അതെ, ഭാരമേൽപ്പിക്കുന്നവന്റെ മേലിനാണ്. അരൽ മുത്തവക്കിലിൽ ഭാരമേൽപ്പിക്കുന്നവരുടെ മേലിൽ. അതോ പിന്നെ അൽ മുത്തവക്കിലും ഭാരമേൽപ്പിക്കുന്നവൻ അത് മനുഷ്യൻ. ഓക്കെ, ഇത് അള്ളാഹിനെ പറ്റി ആലങ്കാരികമായിട്ടാണ് പറയാം. കാരണം എന്താ, അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടാവാണ്. ആ ഖാലിഖീൻ എന്നുള്ള ആലങ്കാരികമാണല്ലോ, സൃഷ്ടാക്കളുണ്ടോ അതല്ലാതെ. അതുപോലെയാണ് മുത്തവക്കിലി എന്നുള്ള പ്രയോഗം കേട്ടോ. അപ്പൊ ഏതായാലും ഇതെങ്ങനെയുള്ള നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടെന്ന് വെച്ചാല്, നമ്മളൊരു വഴിക്ക് യാത്ര പോകുമ്പോൾ അതിന് ഓരോ തടസ്സങ്ങൾ വരുമ്പോ നമ്മളെ നീക്കുന്നത് പോലെ, അപ്പൊ അതിനെ കുറിച്ച് നല്ല ബോധത്തോടു കൂടെ ആവണം പോണ്ടി. മനസ്സിലായില്ലേ? അപ്പൊ ശരി, ഒരു പേര് വന്നാൽ അവിടെ ഒരു ഫായിലും ഉണ്ടാവും, ഒരു മഫൂലും ഉണ്ടാവും. പേര് എന്ന് പറഞ്ഞാൽ ക്രിയ, ഫായില് പറഞ്ഞാൽ കർത്താവ്, മഫൂല് എന്ന് പറഞ്ഞാൽ ആര് മേലിലാണോ പ്രവൃത്തി നടന്നിട്ടുള്ളത് അവൻ. ശരിയല്ലേ? മഫൂലാണ് അവിടെ ചെയ്ത്
ശരിയല്ലേ ഇത്? ഇനി അതുപോലെ ഏത് വേർഡിന്റെ കൂടെയും ഒരു ഫായിലിനും ഒരു മഫൂലിനും ചേർത്താൻ നിങ്ങൾക്ക് കഴിയാവുന്നതാണ്. ഇപ്പോ നസറ പറഞ്ഞു സമിഅ, സമിയക്ക് ചേർത്തിട്ട് ഒരു ഫായിലിനും ഒരു മഫൂലിനും എങ്ങനെ അവള് വരാം? കേൾക്കുന്നോ? ഒരാളെ പേരാ നോക്കുക. രണ്ടാമത് വെച്ചാൽ മതി സമിയ സാലിഹും സൈദൻ, സാലിഹും സൈദനെ കേട്ടു. സമിയ സാലിഹും സൈദൻ, സമിയ സാലിഹും ഖുർആൻ. ഇപ്പോ ജിന്നകൾ പറഞ്ഞു ഇന്നാ സമീഅനാ ഖുർആനൻ അജബ അല്ലെ, ഞങ്ങൾ ഖുർആനെ കേട്ടിരിക്കുന്നു. അപ്പൊ സമിയ ജിന്നും ഖുർആനൻ, സമിഅൽ ജിന്നു അൽ ഖുർആന അങ്ങനെ പറയാം, അല്ലെങ്കിൽ സമിയ ജിന്നും എന്നും പറയാം. സമീഅത്തുൽ ഖുർആന, ഞാൻ ഖുർആൻ കേട്ടു. അത് അവിടേക്ക് വരുമ്പോ നമ്മളവിടെ എന്താ വെച്ചാല് ഈ വായിലും മഫൂലും ഉണ്ടായതുകൊണ്ട് നമ്മളെ ഹർക്കത്തിലാതെ വായിക്കാം എന്നുള്ളതാണ്. വായിലും മഫൂലും വന്നാൽ നമ്മളവിടെ ഹർക്കത്തിലാതെ വായിക്കും. അവിടെ മറ്റേ മജൂരാണ് ഇങ്ങനെ പറയാം, അതായത് മജൂലാവുമ്പോ മഫൂലിനെ പിടിച്ച് ഫായിലാക്കി നിർത്തും. മജൂലാവുമ്പോ ഫായിലില്ല എന്നല്ലേ, മജൂല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആളറിയില്ല. അപ്പൊ ഫായിലിന്റെ സ്ഥാനത്തേക്ക് മഫൂലിനെ കൊടുത്ത് എപ്പോഴും ലമ്മായിരിക്കും. ലമ്മ് റബ്ബ് പറഞ്ഞ ഒന്നാണ്, ഫതഹി നസ്ബ് പറഞ്ഞാലും ഒന്നാണ്, സുകൂന് ജസ്ബ് പറഞ്ഞാലും ഒന്നാണ്. അല്ലെ രണ്ടും ഒന്നാണ്. ഇങ്ങനെ ഫതഹി നസ്ബ് അത് പറയുമ്പോൾ ടോട്ടലി നമ്മൾ പഠിക്കേണ്ടതാണ്. ഫതഹി നസ്ബ് പിന്നെ കസ്റ് അല്ലേ, കസ്റ് പിന്നെ ലമ്മ് പിന്നെ എന്താണ് സുക്കൂന് ചേർക്കുന്നത് കേട്ടോ. സുക്കൂന് ഇതിപ്പോ പഠിക്കേണ്ട രൂപം ഇങ്ങനെ ഒന്നും അല്ല. ഇത് നിങ്ങളൊക്കെ ഇങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് ഇങ്ങനൊക്കെ കോലം കിട്ടാറുണ്ട് അല്ലേ? ഇതാണ് ഇതിനകത്ത് തുകർന്ന് തോന്നുന്നില്ല. ശരിയല്ലേ? ഫതഹ് നസ്ബ് കസ്റ് മോളില് കസ്റ് ചോട്ടില് ലമ്മ് വളഞ്ഞിട്ട് സുക്കൂന് സീറോ. ശരിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുന്ന ഞാൻ വിചാരിച്ച ക്ലാസ് എടുത്ത് പോയാല് അല്ലെ എല്ലാവർക്കും പറ്റുന്ന തന്നെയാണിത്. അറബി ഗ്രാമറില് നെസ്ബ് കസറ് ജസ്മ് ചെറു ഇങ്ങനെ പറയുള്ളൂ. പത്തും കസറും നമ്മള് അറബിന് മാത്രം അത് ഇടയ്ക്ക് മാറുന്നുണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ മാറൂലേ അങ്ങനെ? അല്ല, അതായത് ഫതഹയൊന്നും ഭാഷയിൽ ഉപയോഗിക്കാനല്ല. ഗ്രാമറിൽ ഫതഹയെന്നോ നെസ്ബ് എന്നോ കസറെന്നൊന്നും പറയില്ല. അതൊക്കെ കണക്കിലാ ഉപയോഗിക്കുക. അറബിയിലൊക്കെ കണക്ക് പറയുന്നിടത്ത് കസറ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, നമ്മള് ചില്ലറ അറിയില്ലേ, കണക്ക് കൂട്ടിപ്പോയി അതിലും ചില്ലറുണ്ട്. 10 ചില്ലാനും രൂപ എന്നറിയില്ലേ, ആ ചില്ലറൊക്കെയാണ് കസറ് പറയാ. അപ്പൊ അങ്ങനെ ഗ്രാമറിൽ വെറും നെസ്ബ് ജർറ് റഫ്അ് ജസ്മ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നെസ്ബ് ജർറ് റഫ്അ് ജസ്മ് ഇത് ശരിക്കും ഓർമ്മയിലുണ്ടാവണം കേട്ടോ. റെഡിയല്ലേ? അങ്ങനെയാണ്, കാരണം അവിടെ നമ്മളെ അത്തരല്ലേ ഉള്ളൂ. ആ ഫതവും കസറും നെസ്ബും ഫതഹ് എന്ന് പറഞ്ഞാൽ തുറന്നൂന്നാ, നെസ്ബ് എന്ന് പറഞ്ഞാൽ നാട്ടിന്നാണ്. അല്ലേ? സുക്കൂന് പറഞ്ഞാൽ അടക്കിന്നാണ്, അടക്കി വെച്ചില്ല സുക്കൂത്തിലാക്കി തക്കാൻ അല്ലെങ്കിൽ താമസം അങ്ങനെയൊക്കെ അർത്ഥം. ഇവിടെ എന്താ വെച്ചാൽ നെസ്ബ് ജർറ് റഫ്അ് ജസ്മ്
ഓക്കെ അല്ലേ? ഇങ്ങനെയാവും. അപ്പൊ നമ്മൾ ഈ അറക്കത്തുകൾ പഠിച്ചത് എന്താ വെച്ചാൽ ഇനി ഇവിടെ പറയാൻ എങ്ങനെയാണ്? ലുരിബ എന്ന് പറയുമ്പോ ബാക്ക് നസ്ബ്, സാലിഹിന് റഫ്, വറബ നസ്ബ്, സാലിഹുൻ റഫ് നസ്ബ്. ഇങ്ങനെ ആയി. ഇത് ഇനി നിങ്ങൾ അർക്കത്തില്ലാതെ എല്ലാ നിങ്ങൾ പഠിച്ച ഫീലുകളൊക്കെ ഉണ്ടല്ലോ, ആ ഫീലുകളൊക്കെ എന്താ പറയാ നമ്മളെ നായിബ് ഫായിലാണ്. നായിബ് ഫായിൽ പിന്നെ നമ്മളെ അതെ, അത് നമ്മുടെ തൻവീനെ നമ്മൾ പറയുന്നതാണ്. അത് പിന്നെ റഫിനെ പറയുള്ളൂ. ഈ തൻവീനും തൻവീൻ ഇല്ലാതെയും വരുന്ന കോലങ്ങളൊക്കെ നമുക്ക് ഇനി വരാനുണ്ട്. അതൊക്കെ നമ്മൾ വേറെ ചർച്ചയിൽ പഠിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം കേറി കഴിഞ്ഞാൽ മനസ്സിൽ ഓർമ്മ ഉണ്ടായാൽ മതി. കാരണം ഇതൊക്കെ ഇപ്പൊ തൻവീന് നമുക്ക് പറഞ്ഞല്ലോ, ഈ തൻവീൻ ഇല്ലാതെ വരും വെറും ലമ്മായിട്ട്. ഉദാഹരണം ഗുരിബ സ്വാലിഹു എന്ന് പറഞ്ഞോടത്ത് ഇബ്രാഹിമിനെ വെച്ച് എങ്ങനെയാന്ന് പറയാ? ഗുരിബ ഇബ്രാഹിമു, തൻവീൻ പോയി. അതുപോലെ ഉമറാണെങ്കിലോ ഗുരിബ ഉമറു, ഉമറു എന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ അറബി ഭാഷയില് തൻവീൻ കടക്കാത്ത നാമങ്ങളാണ് ഈ ഉമർ, ഇബ്രാഹിം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതിന്റെയൊക്കെ വകയിൽ നമുക്ക് പിന്നെ പഠിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, മനസ്സിലല്ലേ? പക്ഷെ നമ്മളിപ്പോ തുടക്കത്തില് ഇത് മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആൾക്ക് ശരിക്കും മനസ്സിലാവും ഒരാൾ വിധവായിട്ടുള്ള മൂന്ന് വേർഡ് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാല് ഇത് മാത്രം നിങ്ങൾ ഓർമ്മയിലുണ്ടായാൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഇതിങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് കുറെ വേർഡ് തന്നിട്ടില്ലേ, ആ വേർഡുകൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫായിലി മഫൂലിനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു കുട്ടിക്കാട്ടുകളായിട്ട് അവിടെ കടന്നാല് പിന്നെ ബാക്കി മുതാരിയിലും ഇതുപോലെ നമ്മളങ്ങനെ പോയി പിന്നെ കുറെ നാൾ ചെല്ലുമ്പോൾ അത് ഇങ്ങനെ വികസിച്ച് പോകും. അപ്പൊ നമുക്ക് അവിടെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഇനി ഞാൻ ഇപ്പൊ ചോദിക്കാം, സെമിയ പറഞ്ഞു അല്ലേ? ഇനി അതേപോലെ ഫതഹ, ഫതഹക്ക് ഒരു ഫായിലി മഫൂലി എങ്ങനെ ഉണ്ടാക്കുക? ഫതഹ തുറന്നു എന്നാണ്. അല്ല മഫൂലിന്റെ നസ്ബാണ് ഫതഹ എന്ന് പറയുന്നത്. ഇങ്ങനെയാണല്ലോ അത് നമ്മളെന്ന് വെച്ചാല് ഇത് ഫീല്, ഇത് ഫീലാണ്. ഈ ഫീലിന് എപ്പോഴും ഫതഹ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ഫീല് വന്നാൽ അതിന് ആര് വേണം? ഫായില് വേണം. ആരാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച ആള് വേണം. അപ്പൊ ആൾക്ക് എപ്പോഴും ലമ്മ ഉണ്ടാവുള്ളൂ, റഫായി. എന്നാൽ ഈ പ്രവൃത്തി ആരിലാണോ നടന്നത് ആ വ്യക്തിയോ ആ വസ്തുവോ അതിന് എപ്പോഴും ഫതഹ ആകാൻ പാടുള്ളൂ. അത് നെസ്ബിലാകാൻ പാടുള്ളൂ. അത് ഫീലിന് എപ്പോഴും മാവിയാണെങ്കിൽ എപ്പോഴും നെസ് തന്നെ വേണം. മാവിയ ഫീലാണെങ്കിൽ ഭൂതകാലത്തിന് മേലധിക്കുന്ന ഫീലാണെങ്കിൽ എപ്പോഴും നെസ്ബായിരിക്കണം. പിന്നെ മഫൂലാവുമ്പോ മഫൂല് എപ്പോഴും നെസ്ബായിരിക്കും. ഫിയലും ഇത് ഫിയല്, ഇത് ഫായില്, ഇത് മഫൂല്. ഇത് ഈ രണ്ടെണ്ണം വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ വായിച്ചോളാം. ഇപ്പൊ നമ്മളിതിൽ അർക്കത്താണ് പോയി. അപ്പൊ നമ്മുടെ മനസ്സില് സാധാരണ അർക്കത്തിനകത്ത് കാണുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, ആ അസ്വസ്ഥത ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഇതിനെങ്ങനെ ഒരു സുഖകരമായിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റൂലേ? അല്ലേ? നമ്മളാ നിയമം പഠിക്കുമ്പോൾ നമ്മളിപ്പോ നിങ്ങൾ വായിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ലേ? രണ്ടുപേരല്ലേ ഇതോ രണ്ടുപേരെ ഇടുമ്പോ എന്താ വെച്ചാൽ അത് തൻവീ പദ്ധതി എന്നാണ് നമ്മള് പറയാം. ലമ്മിന്റെ സാലിഹുന്നിലോട്ട് രണ്ട് ലമ്മുണ്ടല്ലോ, അതേപോലെ തന്നെ എഴുതും. തൻവീ പദ്ധതി ലമ്മിനൊക്കെ പറയും, നമ്മൾ പറയുമ്പോ എല്ലാത്തിനും നസ്ബിനാ പറയാം, എല്ലാത്തിനും റബ്ബിനാ പറയാം. ഈനാവുന്നു അല്ല പറഞ്ഞാല് അത് അതിന്റെ സ്ഥാനപ്പത് വരുന്നത് അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം മാറുമോ? ഇല്ല, തൻവീൻ വരുമ്പോ അർത്ഥം മാറുന്നില്ല. തൻവീൻ വരുമ്പോ എന്താ വെച്ചാല് ചില സന്ദർഭങ്ങളിൽ തൻവീനിന് പ്രത്യേക പരിഗണന ഉണ്ടാവും. ഉദാഹരണം ഞാൻ കണ്ടില്ല അഹദൻ, ഒരാളെയും കണ്ടിട്ടില്ല, ഒരാളെയും കണ്ടിട്ടില്ല അറിയുമ്പോ ആ തൻവീൻ എന്താ പറയുക വർഗത്തെ ഒന്നടങ്കം നിഷേധിക്കുന്നുണ്ട് ആ തൻവീൻ. അഹദൻ അതിന് നെക്കിറാ മൗസൂഫി എന്നാണ് ആ തൻവീനിന് പറയുക. ഓക്കെ, നമുക്ക് പിന്നെ ഓക്കെ.
അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഫതഹ സെയ്ദും ബാബ് എന്ന് പറഞ്ഞു കൊടുത്ത് ബാബ് എന്നുള്ളതിൽ ഫതഹയെ വായിക്കാൻ പാടുള്ളൂ. അതായത് ആരെയാണോ തുറന്നത്, എന്തിനെയാണോ തുറന്നത് അതിന് ഫതഹയെ വരും. ഫതഹിനെ അനുകൂല അസ്ബിതാണ്. ഇതേപോലെ വറബ സാലിഹുൻ സെയ്ദൻ, സാലിനെ അടിച്ചു സെയ്ദിനെ അടിച്ചു, അപ്പൊ സെയ്ദിന് ഫതഹയെ വരുള്ളൂ. അതാണ് കൂടെ വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ വന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഫീലിംഗ് മനസ്സിലെന്താ ചിലപ്പോ അതിങ്ങനെ ഫതഹ സെയ്ദും ബാബെന്ന് ഇങ്ങനെ തോന്നുന്നത് പോലെ ബാക്കി എല്ലാവർക്കും നമ്മളോട് കഴിയുന്നതാണ് എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കാറുണ്ട്. എന്നിട്ട് ഇതിന് ഫതഹ പോലെ ഈ ഒരുപാട് വേർഡുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പറയാൻ കഴിയണം. അപ്പൊ നിങ്ങൾക്ക് തപ്പുന്നുണ്ട്. ഇപ്പൊ ഫതഹ പറഞ്ഞു, ഇനി അതേപോലെ കഥ മുറിച്ചു എന്നാണ്. അതിനൊരു പേര് പാലി കൊടുക്കും. ലഹ്മൻ അയ്യോ കഥ സെയ്ദുൻ ലഹ്മൻ ഒക്കെ പറയാം. കഥ സെയ്ദുൻ ലഹ്മൻ, സെയ്ദ് ചെയ്തു മാംസം മുറിച്ചു. പിന്നെ അതേപോലെ പിന്നെ എന്താണ് ജലസ ആവുമ്പോ ഉണ്ടാവില്ല, മഫൂൽ ഉണ്ടാവില്ല. ജലസ എന്ന് പറയുമ്പോ അവിടെ ജയ്തിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അത് അലൽ കുറിച്ച് മഫൂലിന്റെ ഒരു അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇതല്ലേ അവിടെ ഈ കോലത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഈ മൂന്നെണ്ണമുള്ള ഉദാഹരണം പറയും, ഇത് രണ്ടെണ്ണം. അതൊക്കെ വേറെ നമുക്ക് പഠിക്കാം കേട്ടോ. മൂന്നെണ്ണം കിട്ടുന്നത്. അതേപോലെ പിന്നെ അകല ഇരുത്തി എന്താ പറയാ, അതിന് അത് നമുക്ക് വരും. അതായത് പേരിനെ അല്ല പേരിന് മുത്താഴ്ചയാക്കും. അങ്ങനല്ല സോലി വേദന. അതെ. അപ്പൊ അജിലത്തെയാണ് അല്ല ഫായില ആരായിരിക്കണം, മനുഷ്യനോ ജീവിയോ ആയിരിക്കണം. ഒരു കൈ വെച്ചതാണ്. കൈ ഉയർത്തി അതല്ലേ. മറ്റേത് ഒരാളെ ഇരുത്തി എന്ന് പറയുമ്പോ എന്താ പറയുക, അജിലസയാണ് പറയാം. അജിലസ് സെയ്ദുൻ അമ്രൻ, സെയ്ദ് അമ്രനെ ഇരുത്തി, അവിടെ അജിലസ മനസ്സിലേ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒക്കെ വരും നമുക്ക്. പക്ഷെ എങ്കിലും നമ്മള് കൂടുതൽ സങ്കീർണതയ്ക്ക് പോകാതെ ഇങ്ങനത്തെ ഈ രണ്ടെണ്ണം വരുന്ന പോലത്തിൽ ഇങ്ങനെ പറഞ്ഞു പോരുമ്പോ ബാക്കി നമുക്ക് ഏർപ്പാടാക്കാം. മനസ്സിലല്ലേ. അകല സെയ്ദുൻ സമക്കൻ, അകല സെയ്ദുൻ സമക്കൻ, സെയ്ദ് സമക്കൻ ബിരിയാണി ഇല്ല ബിരിയാണി തന്നെ പറയാം. കാരണം എന്താ വെച്ചാല് അതില് വേർഡുകളില് ഇപ്പോ ചില വേർഡുകള് എന്നും കെസറായിക്കണം. പിന്നെ അപ്പൊ ഉദാഹരണം ഹലാമി എന്നുള്ളൊരു അറബി പേരാണ്. ഹലാമി, ഖസാമി എന്നൊക്കെ അറബികളിലുള്ള പേരാണ്. അപ്പോ ഒരു നമ്മളെങ്ങനെ പറയാ, വറബ ഖസാമി സെയ്ദ് എന്നാ വയ്ക്കുക. കാരണം അത് മാറൂല, അത് മാറാത്ത പേരാണ്. ബിരിയാണി അങ്ങനെ സെയ്ദും ബിരിയാണി അങ്ങനെ തന്നെ പറയാം. ബിരിയാണി എന്ന് പറയാ. കാരണം ചില വേർഡുകൾ അനങ്ങാത്ത വരുന്ന വേർഡുകളുണ്ട്. ആ വേർഡുകളെ അങ്ങനെ തന്നെ പ്രയോഗിക്കും. മനസ്സിലായില്ലേ. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വരും. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് ഇത് നിങ്ങളെ മെമ്മറിയിൽ ശരിക്കും നിലനിൽക്കാറില്ല. ഈ പരിക്കില്ലാത്ത വറബ സാലിഹുൻ സെയ്ദൻ, സമീയ സാലിഹുൻ സെയ്ദൻ, ഖത സെയ്ദുൻ റഹ്മൻ, ഇങ്ങനെയുള്ള ഈ 2-3 ഉദാഹരണങ്ങൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ കുറച്ച് കൂടുതൽ നിങ്ങളെ കയ്യിലുള്ള വേർഡുകളില്ലേ, ആ വേർഡുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫൗണ്ടേഷനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ പറ്റും. അതെന്ന് വെച്ചാല് ഒന്ന് തയ്യാറാവുക എന്നുള്ള അർത്ഥമുണ്ട്. അവള് തയ്യാറാവും അല്ലെങ്കിൽ നീ തയ്യാറാവും എന്നൊക്കെ അർത്ഥം. അതല്ലെങ്കിൽ അവിടെ നീ എന്ത് കംപ്ലീറ്റ് പിന്നെ ഫോർമാറ്റ് ചെയ്യാറുള്ള പരിപാടി എന്താ, അത് സഹയുഗെന്ന് പറയും. കംപ്ലീറ്റ് ഫുള്ള് ഫോൺ പിന്നെ ക്ലീൻ ആക്കി ഫോർമാറ്റ് ചെയ്തല്ലേ, അതിന് സഹയുഗ് എന്ന് പറയും. അപ്പോ അതൊക്കെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇത് ഓർമ്മയിൽ വെക്കാം. എന്തെല്ലാം പിന്നെ വേർഡുകളാണോ നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ് നമുക്ക് പഠിച്ചു കർമ്മശാസ്ത്രത്തെ, ശരിയല്ലേ? ഓക്കെ. അങ്ങനെ ഇനി ഇതിലൊക്കെ നസിക്ക് നോക്കുകയാണെങ്കിൽ വറബ സാലിഹുൻ സെയ്ദ് എന്നുള്ളവർക്ക് നസിയാക്കി എങ്ങനെ പറയാം,
മാ ലറവ സാലിമും സെയ്ദ് സാലിം അടിച്ചില്ല. ഒരാൾ പറയും ലറവ സാലിമും സെയ്ദ്, അപ്പൊ നമ്മൾ പറയുന്നു മാ ലറവ സാലിം. ഈസിയാണ്, ഒരു പ്രശ്നമല്ല. അത് എല്ലാവർക്കും അങ്ങനെ. ദുരിബ സാലിമും മാതുരിബ സാലിമും അത്രേ ഉള്ളൂ. സംഭവം ശരിയായില്ലേ? സബത്ത സ്ഥിരപ്പെട്ടു, സ്ഥിരമായി, അല്ലെങ്കിൽ സ്ഥിരമായി ഓക്കെ. അല്ലേ അറബിലറുവായിലാണ് സബത്ത പറയാം. സബത്ത സെയ്ദുൻ, സെയ്ദ് സ്ഥിരപ്പെട്ടു എന്നാണ്. പക്ഷെ അവിടെ മപ്പൂര് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സബത്ത സെയ്ദുൻ അഖീദത്തൻ, സെയ്ദ് സ്ഥിരപ്പെടുത്തി അഖീദത്തൻ, അഖീദനെ സബത്ത സ്ഥിരപ്പെടുത്തി. ഇവിടെ അയിനിന്ന് ഏർത്തിപ്പിക്കാതെ തന്നെ അർത്ഥം കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ലറബ എന്ന് പറയുന്നത് ഇവിടെ പറയേണ്ട കാര്യമില്ല, അത് പറയാൻ തന്നെ ഈ വേർഡിന് അർത്ഥമുണ്ട്. അതായത് സബത്ത എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടു എന്നാണ്. അപ്പൊ അവിടെ ഒരു മഫൂലിനെ ആ വേർഡ് ചോദിക്കൂല. അതായത് ആ വേർഡിനെ മഫൂല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഐനിഫിയിലെ നടുവിലെ അക്ഷരത്തിന് ശ്രദ്ധ ചെയ്താൽ മതി. സബ്ബത്താണ്. സബ്ബത്ത് എന്നൊക്കെ പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞാൽ മതി. അങ്ങനെ ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ വെച്ചാല് ഈ അറബി വേർഡിന്റെ ഒരു പ്രത്യേകതയാണ് വാക്കിയുടെ. നമ്മൾ ഒരു ഭാഗം നോക്കുമ്പോഴേക്ക് നമുക്ക് 100,000 സംശയത്തിന്റെ മുൻകൂടി തോന്നിയാണ്. കാരണം നമ്മൾ ഒരുപാട് വേർഡുകൾ നമ്മുടെ മുന്നിൽ കൂടി വരാറുണ്ട്, ഓരൊക്കെ നമ്മുടെ മുന്നിൽ ഹാജരാകുകയാണ്. അപ്പോ ഇങ്ങനെയായി. അപ്പൊ മാലി ആ ഫീലിനോട് ചേർത്ത് ഫീലും ഫായിലും വന്നാൽ എങ്ങനെ വായിക്കാന്ന് നമ്മൾ പഠിച്ചതായി. മജ്ഹൂലിൽ വന്നാലും മജ്ഹൂല് മംഫീൽ വന്നാലും മഅറൂഫ് മംഫീൽ ഫീലും ഫായിലും വന്നാൽ നമ്മൾ അർക്കത്തിടാതെ നമ്മൾ വായിക്കും, അർക്കല്ലാതെ വായിക്കും. അപ്പൊ ഞാൻ ഇനി ഒരു പറഞ്ഞില്ലേ കാല അത് നമ്മൾ സാധാരണ ചെയ്യാറ്. അതിപ്പോ എന്താ വെച്ചാല് കല്ലംതു എന്ന് പറയും, ഞാൻ സംസാരിച്ചു എന്ന് പറയും. കല്ലംതു ഞാൻ സംസാരിച്ചു. ആരോട്? സെയ്ദിനോട്. അൻ അംറിൻ അംറിനെ പറ്റി അങ്ങനെ പറയാം. അതല്ലെങ്കിൽ കല്ലംതു ഞാൻ സംസാരിച്ചു സെയ്ദിനോട്. അല്ലെങ്കിൽ കല്ലമ നുഅ്മാനു സെയ്ദൻ, കല്ലമ സെയ്ദുൻ അംറൻ. കല്ലമ സെയ്ദുൻ, സെയ്ദ് സംസാരിച്ചു അംറൻ അംറിനോട്. തൂവാകുമ്പോ ഞാനാകുമ്പോ കല്ലംതു ആ തൂണല്ല ഫായിലാണ്. കല്ലംതു എന്നുള്ള തൂ ഫായിലാണ്. ഫാൽത്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡുണ്ട്. കല്ലമ സെയ്ദുൻ, സെയ്ദുൻ ആരോട്? സാലിഹൻ. അല്ലേ? സാലിഹൻ, സാലിഹിനോട് സെയ്ദ് സംസാരിച്ചു. കല്ലമ സെയ്ദു സാലിഹൻ. ഇത് ശരിക്കും വേർതിരിച്ചാണ് നമ്മൾ അറിയാവുന്ന കല്ലമ സെയ്ദു സാലിഹിനൊക്കെ അറിയിക്കാറ്. അറക്കത്തറിയാത്തതുകൊണ്ട് കല്ലമ സെയ്ദ് കല്ലം സാലിഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളിങ്ങനെ കിടങ്ങാറാവും. നമുക്കൊന്നുമില്ല ആരാണ് സംസാരിച്ചത്, ആരോടാ സംസാരിച്ചത് എന്നുള്ളതിന് കല്ലമനോട് ആരെയാണോ ചേർത്തിയത് അവനാണ് സംസാരിച്ചവൻ. അവന്റെ ശേഷം രണ്ടാമത് ആരെ കൊണ്ടുവന്ന് അവനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ കല്ലമ സെയ്ദ് സംസാരിച്ചു സാലിഹൻ സാലിഹിനോട്. കല്ലംതു സാലിഹൻ ഞാൻ സാലിഹിനോട് സംസാരിച്ചു. അപ്പൊ സെയ്ദിന്റെ സ്ഥാനത്ത് നമ്മളെ തൂ എന്നുള്ള പറയുന്നത്. കല്ലംതു സാലിഹൻ സാലിഹൻ. അവിടെ കറക്റ്റ് ഇങ്ങനെ തീർത്തും പേർത്തും പറയണം. അസക്കല്ലം, അസക്കല്ലം അല്ലെങ്കിൽ ഉക്കല്ലിം. ഉക്കല്ലിം ഞാൻ സംസാരിക്കും. ഉക്കല്ലിമു, കല്ലമ യുക്കല്ലിമു ആണല്ലോ. മറ്റേ തകല്ലമ എന്ന് വരുമ്പോഴാണ് അസകല്ലം വരിക. തകല്ലമ യത്തകല്ലമു തകല്ലമു തകല്ലമു എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ തകല്ലമ യത്തകല്ലമു യത്തകല്ലമൂന. അസകല്ലമെന്ന് ഞാൻ പറയും. അസകല്ലം അവൻ പറയുന്നത് അവൻ പറയുന്നത് യത്തകല്ലമു യത്തകല്ലമു അസകല്ലമു ഞാൻ പറയും, യത്തകല്ലമു അവൻ പറയും. അവിടേക്ക് പറ്റുള്ളൂ. അവിടെ കല്ലമ എന്ന് പറഞ്ഞ ഉറപ്പിച്ചോളി. കല്ലംതു ഞാൻ സംസാരിച്ചു. കല്ലമ സെയ്ദു സാലിഹൻ, സെയ്ദു സാലിഹിനോട് സംസാരിച്ചു. എല്ലാം ഓക്കെ അല്ലേ? ഇനി ഇതിനോട് ഏത് ഫീല് വന്നാലും ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ ഇനി ഇൻകത്ത എന്ന് പറഞ്ഞാൽ ഇൻകത്ത മുറിഞ്ഞു എന്നാണ്. ഇൻകത്ത പറഞ്ഞാൽ എന്റെ നേരത്തെ എത്ര എണ്ണം വരും? ഒന്നല്ലേ വരുള്ളൂ.
അത് വരും. ഇൻകത്താ മുറിഞ്ഞ് എന്ത് വിരലിനെ പറയാം, ഏത് പറയാം, കൈ മുറിയാം. ആ ഇൻകത്താ സനത് മുറിഞ്ഞു. അപ്പൊ അത് നായി വരാ? അത് ഒറിജിനൽ ഫയൽ വരിക. അല്ല ഇൻകത്ത വിരല് മുറിയാണോ? വിരല് മുറിയാണ്. മുറിക്കപ്പെട്ടാണോ കഥയില്ലേ? അല്ല വിരല് മുറിക്കപ്പെട്ടതല്ലേ? അവിടെ അങ്ങനെയല്ല, മുറിക്കപ്പെട്ടു എന്നാണെങ്കിൽ മുൻകുട്ടിയാന്ന് പറയാം. അതല്ല, ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോ ചെയ്തു, നമ്മളിങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ കൈമൊക്കെ കട്ട വീണ് വിരല് മുറിഞ്ഞു, അതിന് നമുക്ക് പറയണല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയേണ്ടത്? എന്താ പറയാ? ഇതിന് സബ്ബാബത്ത്. ഇത് വേറെ വാക്കുണ്ടോ? ഇത് ഉസ്താ. വിരലിന് വേറെ വാക്കുണ്ടോ? ഉണ്ട്. ഇതെന്താണ്? ഇബ്ഹാം. അല്ല മദ്രസ പഠിച്ചു വേറെ പഠിച്ചു നമ്മൾ അങ്ങനെ പഠിപ്പിക്കണം. അല്ലല്ല വേറെ എന്തോ ഒരു ഫിഗർ ഇത് അറബിയില് ഹിൻസർ, ബിൻസർ, ഉസ്താ, സബ്ബാബത്ത്, ഇബ്ഹാം ഇങ്ങനെയാണ് പറയാം. ഇബ്ഹാം തള്ളാൻ പറ്റില്ല. പിന്നെ പിന്നെ ഈ കെട്ടുകൾക്കൊക്കെ ബറാജിം എന്ന് പറയും. ബറാജിം എല്ലാ കെട്ടുകൾക്കും ഈ കെട്ടുകളില്ലേ ഇവിടേക്ക് അനാമില് അലാനുസവിയ ബനാന എന്ന് പറയില്ലേ, അതിന്റെ വിരൽ കൊട്ടികളെ നമ്മൾ ശരിയാക്കുക. ബനാന അവിടെ അപ്പോ ഇവിടെ അനാമിൽ നിന്നുള്ളതാണ് അറബിയിൽ ഉപയോഗിക്കുക. അത്രയല്ലേ. എല്ലാത്തിനും ഒന്നിനും നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇഷ്ടംപോലെ നമ്മൾ കുറച്ചാണ് തീക്കണ്ട് ആകെ മുങ്ങിയ കുളിരച്ച് പറയില്ലേ, അങ്ങനെ ആകെ മുങ്ങിയാലേ ഒരു കുളിരാറുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഇതെന്തല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഈ ചെയ്യണ ഈ പണിയുണ്ടല്ലോ, ഇത് വളരെ ഷോർട്ട് വൈദ്യുതി ചാടിക്കടന്ന് പോണേ ഒരു എളുപ്പപ്പണിയാണ്. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാല്. പക്ഷെ ഇങ്ങനെ ഈ റൂട്ടാരും സ്വീകരിക്കലില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ആകുമ്പോ എന്താ വെച്ചാൽ ഈ മാറി ഒന്നും കൂടി നിങ്ങളെ മനസ്സിൽ തറയാവും. അതോടെ അർക്കത്തിലാത്തത് വായിക്കേണ്ട റൂട്ടിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇതിനൊരു 6 മാസം കഴിച്ചാൽ ചെല്ലല്. പക്ഷെ ഇത് നമ്മൾ മാറി ഒന്നും കൂടി ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗം വെച്ചു എന്നുള്ളതാണ്. ചെല്ലന്നെ. അപ്പൊ പിന്നെ അതേപോലെ ഇനി വേറെ ഏതെങ്കിലും വേർഡ് പറഞ്ഞോളി. അറിവിൽ കുറെ വേർഡ് ഉണ്ടാവുമല്ലോ. ഇൻകത്താ പറഞ്ഞു. ഇൻകത്താ മുറിഞ്ഞു എന്നാണ് പറഞ്ഞത്. മുറിഞ്ഞു. കത്താ എന്ന് പറഞ്ഞാല് മുറിച്ചു. ഹബിലുൻ കയറ് മുറിഞ്ഞു. ഹബിലെന്ന് പറയാം. അപ്പൊ ഏതോ ഒരു കയറ് എന്നാണ് അർത്ഥം വരുള്ളൂ. അൽ ഹബില് പറഞ്ഞാൽ നമ്മളെടുത്തുള്ളത് നമ്മളെ മനസ്സിലുണ്ടാവും ഒരു ആശയം. ആ അലിസ്ലാമിനെ ലാമുൽ അഹദുൽ ദിഹീനി എന്ന് പറയും. നമ്മളെ മനസ്സിൽ നമ്മൾ കരുതി വെച്ച് നമ്മളെ കയറില്ല അത് പൊട്ടിട്ടോ എന്ന് പറയില്ലേ മലയാളം. അല്ലല്ല എന്താ പറഞ്ഞ അതിന് മഫൂലും ഉണ്ടാവില്ല. സാരി ഭൂമിയിൽ ഉറങ്ങിയെന്നാ പറയുന്നത്. അപ്പോ പിന്നെ നാമ സാലിഹുൻ അൽ അർള എന്ന് പറയാം. അൽ അർള അല്ലാന്ന് പറയും. സാരി ഭൂമിയിൽ കിടന്നുറങ്ങി. അല്ലില്ലെങ്കിൽ കുഴപ്പമില്ല. നാമ സാലിഹുൻ അർളൻ എന്ന് പറയണം. അല്ല് പോയാൽ തനിയും കൊടുക്കണം. അവിടെ ആവുമെന്ന് പറയാം. അവിടെ പറയുന്നത് എങ്ങനെയല്ലോ നസൂൽ ഹാഫിൽ എന്നാണ് ഈ പറയുന്നത്. അതായത് ഒരു ജെറിന്റെ അക്ഷരം അവിടെ ഉണ്ടായിരുന്നു. അല്ല 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 ഫി. അവിടെ നാമ സാലിഹും ഫിൽ അർളീനാണ്. സാലി ഭൂമിയിൽ കിടന്നുറങ്ങി. അപ്പൊ നമ്മൾ ഭൂമിയിൽ കിടന്നുറങ്ങി എന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് നാമ സാലിഹുൻ അൽ അർളാന്നോ അല്ല നാമ സാലിഹുൻ അർളെന്നോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അവിടെ ഒരു ഫീനെ നമ്മൾ കളഞ്ഞു പോയി എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ ഫീനെ കളഞ്ഞത് കൊണ്ട് അവര് പദ്ധതി കൊടുക്കണം എന്ന് പറയും. ഇല്ലെങ്കിൽ കിസ്റ വെക്കുക. നാമ സാലിഹുൻ ഫിൽ അർളീൻ. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പോലും. നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചെയ്ത് നിങ്ങൾ ഫുള്ള് ഏത് വേർഡിനോട് ചേർത്തിയിട്ടും ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കും. എന്നിട്ട് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മുളാരിയിൽ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഏത് വേർഡിനോട് ചേർത്തി ഫായിലും മഫൂലും ഇങ്ങനെ കൊടുത്തു പോകാം. കാരണം ഫായിലും മഫൂലും പിന്നെ ഫീലും ഫായിലും മഫൂലും ആയിട്ട് ഇങ്ങനെ വന്ന് പോയി കഴിഞ്ഞാല് പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ വേറെ രൂപങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അത് റെഡിയായി കുറെയൊക്കെ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതേപോലെ മുളാരിക്കൊന്ന് കിടന്നു നോക്കിയാലോ. മാതിയിൽ ഏത് പറയില്ലേ എല്ലാവർക്കും പറയണോ? പിന്നെ
അതാണ് ഇപ്പോ പിന്നെ ഞാൻ പറയാണ് മസ്സക്ക പിച്ചിച്ചീനി മസ്സക്ക എന്നുള്ള ഫീല് ആണ്. അപ്പൊ അതിന് ഒരു പായതി മക്കൂലി പറഞ്ഞു മുഹമ്മദ് കിതാബൻ. അതെ, മുഹമ്മദ് കിതാബിനെ പിച്ചിച്ചീനി. അതിന് എന്ത് കൂട്ടാം? നമ്മളെ ഒരു പേര് കിട്ടിയാൽ അതിന് എന്താണോ വേണ്ടി നമ്മളെ മനസ്സിൽ തോന്നുന്നത് ലിബാസൻ, ലിബാസൻ വസ്ത്രത്തെ, പിന്നെ എന്തൊക്കെ പറയാം, മലപ്പൻ ഫയലിനെ, പിന്നെ എനിക്ക് പലതും കൂട്ടാതെ നമുക്ക് ഫറാസൻ, അതെ വിരുത്തിനെ, അങ്ങനെ എന്ത് പറയാം, ലിബാസൻ വസ്ത്രത്തെ ഒക്കെ പറയാം. പിന്നെ അതേപോലെ വേറെന്താണ് മസ്സക്കാലിന് ഇതിന് തൊട്ടെടുത്തോ മസ്സക്ക, അത് ക്യാഫ് അതൊക്കെ പിച്ചിച്ചീന്തി കേട്ടോ. പിന്നെ അതുപോലെ മസ്സക്ക എന്താണ് പറഞ്ഞത്? പിച്ചിച്ചീന്തി, വറച്ചിച്ചീന്തി, വാക്കെന്താ പറഞ്ഞു? മസ്സക്ക, മസ്സക്ക ഉള്ളില്ലാത്ത മസ്സക്ക. അയ്വാ വാക്ക് പറഞ്ഞത് മസ്സക്ക. പിന്നെന്താണ് പിച്ചിച്ചീന്തി? പിന്നെന്താണ് റഫാ മുഹമ്മദ് നസൽ. ആ ഖുർആൻ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മഫൂൽ ഉണ്ടാക്കണം. അപ്പൊ സായിന് ശ്രദ്ധ ചെയ്തു, സായിന് ശ്രദ്ധ ചെയ്താൽ നമുക്ക് മഫൂലിനെ ഉണ്ടാക്കാം. നസ്സല ജിബ്രീലു അൽ ഖുർആന, ജിബ്രീൽ ഖുർആനിനെ ഇറക്കി. നസ്സല അല്ലാഹുൽ ഖുർആന, അല്ലാഹു ഖുർആനെ ഇറക്കി. നസ്സല, അതായത് നമുക്ക് മഫൂലിനെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശ്രദ്ധ എഴുതി കൊടുത്താൽ മതി. എന്താണ് തനസ്സലുൽ മലായികത്തു വറൂഹു അല്ലെ, അവിടെ താ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ദാക്ക് പലല്ല. ഉൻസിലാമോ വൽഗുലായിരുന്നു. ഉൻസിലൽ ഖുർആൻ, ഖുർആനെ അവതരിപ്പിക്കപ്പെട്ടു. ഇവിടെ ഒക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? നിങ്ങളുടെ മനസ്സിൽ ഇനി ഹർക്കത്തില്ലാതെ ആയിരിക്കും നമ്മൾ വായിക്കാന്നുള്ളതാണ്. ഖുർആൻ അതല്ല അറബിന്ന് പറയില്ലല്ലോ, ഇംഗ്ലീഷാണെങ്കിൽ അങ്ങനെ അങ്ങനെ പറയും. എങ്ങനെ നമ്മള് അടിക്കപ്പെട്ടു ഒരാളെ പേരും കൂടി പറയും ബൈ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ അടിക്കപ്പെട്ടു ഉൻസിലൽ ഖുർആൻ, ഖുർആനെ അടക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. സബാന്ന് പറഞ്ഞാല് പിന്നെ പിൻപറ്റ. സബിയ അബൂബക്കറുൻ മുഹമ്മദൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിൻപറ്റി. ഷെരീബ മുഹമ്മദ് ഷെരീബ മുഹമ്മദ് മാൻ, മുഹമ്മദ് വെള്ളം കുടിച്ചു. അതേപോലെ പറയുമ്പോ കത്തല ദാവൂദ് ജാലൂത്താണ്. കത്തല ദാവൂദ് ജാലൂത്ത് അല്ലെ, ജാലൂത്തിനെ കൊന്നു ദാവൂദ്. ഖുർആനിനെ ഓതി. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ 3 സ്ഥലത്ത് ഇനി അർക്കത്തില്ലാതെ നിങ്ങൾ വായിക്കോളും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ അർക്കത്തില്ലാതെ പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ കാണുമ്പോ ഒക്കെ അതിങ്ങനെ അതുപോലെ വായിച്ചു വരും. അപ്പൊ ഇങ്ങനെ അർക്കത്തിനാതെ നിൽക്കുമ്പോ നമ്മളെ മനസ്സിലൊരു നല്ല ശ്രദ്ധ ഉണ്ടാവില്ല, ശ്രദ്ധ ഉണ്ടാവില്ല. അവിടെ പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ഫീലാവും. കാരണം എന്താണോ, കല്ലമ ഇല്ലാതെ സാലിഹ് വരൂല. അതേത് കാരണം ഈ ലാമിന് ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ ഇത് ശ്രദ്ധ ഉള്ളത് കൊണ്ടാണ് ഇത് 2 വന്നത്. കല്ലമ സയ്യിദുൻ സാലിഹൻ. ഇല്ലെങ്കിൽ നമ്മളവിടെ തിരിയും. കെലിമൊക്കെ ആയിട്ട് ഇതല്ലേ അതെ, അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചിട്ടാണ്. കെലിമ എന്ന് പറയുമ്പോ മുറിവാക്കുക എന്നുള്ളതാണ്. എന്ന് വരണം, അപ്പോഴാണ് വേർഡാവുള്ളൂ. കെലിമ എന്നുള്ള വാർഡിന് മുറിവാക്കിയതില്ല. കെലിമത്ത് ചൊല്ലിത്തരൂന്നാ പറയുന്നത്. കെലിമ എന്നുള്ള ഹായിനെ ഇവിടെ അറിയപ്പെടും. അങ്ങനുണ്ട്. പിന്നെ
നഫുസന കഥ പറയാ. നഫുസന നമ്മൾ കഥ പറഞ്ഞു കൊടുക്കും അലീമാരുടെ മേൽ. കഥ പറഞ്ഞു. കസ്സന്റെ മുതാരി യഫുസാണ്. യഫുസ് ചെല്ല് അപ്പൊ കിട്ടും. യഫുസ് യഫുസാനി യഫുസൂന തഫുസു തഫുസാനി യഫുസുന തഫുസു തഫുസാനി തഫുസൂന തഫുസീന തഫുസാനി തഫുസൂന അഫുസുന. ഞാൻ ചെല്ലുമ്പോ യഫുസൂസിനാണ് എന്താണ് അങ്ങനെ ഒരു പ്രശ്നം അല്ലെ? അത് സെത്തുള്ള അക്ഷരങ്ങളാകുമ്പോ അവിടെ വരുമ്പോ സെത്തിനെ കെട്ടായി. കസ പിന്നെ യഫുസ് യഫുസാനി യഫുസൂന തഫുസു തഫുസാനി യഫുസുന. കാരണം എന്താ അവിടെ യഫുസുന എന്ന് പറയാൻ പറ്റില്ല. ബഹുവചനാണ്, സ്ത്രീലിംഗത്തിന്റെ ബഹുവചന. അവിടെ ഇദ്ഗാമ് ഫാദിന്റെ ഇദ്ഗാമ് കെട്ടയക്കണം. സത്തുള്ള അക്ഷരമാകുമ്പോ ഒരക്ഷരത്തെ മറ്റേ അക്ഷരത്തിൽ ഇദ്ഗാം ചെയ്ത. കസ എന്ന് പറഞ്ഞാൽ കസത്താന്നാണ് അതിലുള്ളത്. കസ എന്ന് പറഞ്ഞാൽ ഒരു കീഴിലും ഒരു ക്രിയയും മൂന്നക്ഷരം ഇല്ലാത്തതില്ല അറബിയിൽ. മൂന്നക്ഷരത്തിൽ താഴെ ഒന്നുമില്ല. കസ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ടക്ഷരമേ ഉള്ളൂ. അല്ല, മൂന്നക്ഷരാണ്. അപ്പൊ ഈ കസ എന്നുള്ളത് അതിന്റെ മുതാരിയുടെ ജമ്മുവന്നത്താകുമ്പോ അങ്ങനെ വരുള്ളൂ. ഈ സദ്യയുള്ള സ്വാധീനം സ്വാദോ അല്ലെങ്കിൽ പരക്ക് അവിടെ സദ്യല്ലല്ലോ. അപ്പൊ ഈ പല്ല എങ്ങനെ അല്ല, അത് ജമ്മിന്റെ അവിടെ വരുമ്പോ താ വരൂല. എപ്പലി നോക്കൂ, എപ്പലി എപ്പലാനി എപ്പലുന തപ്പലി തപ്പലാനി എപ്പലിന എന്നല്ലേ പഠിച്ചത്. നമ്മളെ മൂവായിരം കൂടുതൽ പഠിച്ചിട്ടില്ല എപ്പലിനാന്നാണ് പറയാം കേട്ടോ. അപ്പൊ ഏതായാലും ആ സത്തിന്റെ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഉദാഹരണം മദ്ദ. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടിയത. അതിന്റെ മുതാരി എന്താ? യമുദ്ദു ആണ്. ഒരു യമുദ്ദില്ലേ? യമുദ്ദു യമുദ്ദാനി യമുദ്ദൂന തമുദ്ദു തമുദ്ദാനി യമുദ്ദുന. അവിടെ ആ ശ്രദ്ധയിൽ കട്ടായി. പിന്നെ തമുദ്ദു തമുദ്ദാനി പിന്നെ തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന തമുദ്ദീന തമുദ്ദാനി തമുദ്ദൂന അമുദ്ദൂന. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. പക്ഷെ ഇത് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് മുതാരികളെ വെക്കല്ലേ അല്ലേ? ഇതൊക്കെ കയ്യിന് ഒതുങ്ങുന്ന സംഭവം കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റില് ആകപ്പാടെ തിരിച്ചു മറിഞ്ഞ് വരുന്നതാണെന്ന് നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരല്ലേ ഉള്ളൂ, ഇതിനപ്പുറമല്ലല്ലോ. ഇപ്പൊ മാവിയിൽ ഇതേ ഉള്ളൂ എന്നാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു മാവിയല്ലേ, എന്തെല്ലാം സഹറ വേർഡുകൾ ഒരു 10 ചെല്ലുമ്പോഴേക്ക് എത്ര ആയി മാറും. അവർക്കൊക്കെ ഇത് ഇതേപോലെ പറയേണ്ട പണിയല്ലേ ഉള്ളൂ. ശരി, ഇനിയിപ്പോ എന്താ നമ്മൾ വേറെ ഉദാഹരണം പറയാം. അതാണ് ഞാൻ സംഭവം വെച്ചാൽ 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ പായലും തീരും പറയല്. ഇതിപ്പോ തന്നെ ഇട്ട് വെച്ചാൽ എന്താണെന്നല്ലോ, അവിടേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ റെയിലുമേ കയറിയിട്ടുണ്ടാവും. ഇതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്ക് റെയിലുമേ കയറുമ്പോഴേക്കും ആകെ കടൽപ്പാടാണ്. മനസ്സിലായില്ലേ? ഇത് എന്റെ കണക്കിൽ ഞാൻ എന്റെ അടുത്ത് ആർജിച്ച് ഒരു 3-4 മാസം കൊണ്ട് കണ്ടിന്യൂസ് നിങ്ങൾ ക്ലാസ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുട്ടികൾ കൊട്ടടി വെച്ച് ഇറക്കുന്ന പോലെ ഇങ്ങനെ ഇറക്കത്തെ നമുക്ക് വായിക്കാൻ കഴിയാവുന്നൊരു സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ശ്രമിച്ചാൽ കേട്ടോ. ഇനി അതുപോലെ പിന്നെന്താണ് യവരിബു. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മുതാരിയാണ് നമ്മൾ എടുത്തത്. കഴിഞ്ഞ യവരിബുനെ ചെല്ല എങ്ങനെ ചെല്ലിക്കോളി. പ്രയാസമുണ്ടോ? നമ്മള് മാറിയിട്ട് തന്നെ നമ്മൾ എത്ര ഒരു മാസത്തോളം കൂടിയിട്ടില്ല എല്ലാരും. എന്നിട്ട് മുതാലി നമ്മൾ ഒറ്റ ക്ലാസ്സോട്ടാകുമോ? യവരിബാനി യവരിബൂന. ഇതിപ്പോ എന്താണ്? പുല്ലിംഗമാണ്, വായിബാണ് അല്ലേ? മാറിയല്ല
എതിരിബു എതിരിബാനി എതിരിബൂന അല്ലേ? നീ തളിരിബു തളിരിബു തളിരിബാനി പിന്നെ തളിരിബു തളിരിബാനി തളിരിബിന ശരിയല്ലേ? തളിരിബു ഈ ക്ലാസ്സിൽ പല എടുക്കണോ? തളിരിബാനി തളിരിബിന പിന്നെന്താണ്? തളിരിബു അല്ലേ? കഴിഞ്ഞിട്ട് പറഞ്ഞു തളിരിബാനി തളിരിബു തളിരിബാനി തളിരിബൂന എന്താ വേണ്ടി? തളിരിബിനല്ലേ? ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതോ മനസ്സില എതിരിബു എതിരിബാനി എതിരിബൂന തളിരിബു തളിരിബാനി എതിരിബിന തളിരിബു തളിരിബാനി തളിരിബൂന തളിരിബീന തളിരിബാനി തളിരിബിന അതിരിബു എതിരിബു. ഇവിടെ ഈ സംഭവം എന്താണ്? തളിരിബു എന്ന് പറഞ്ഞതും പിന്നെ തളിരിബു എന്ന് പറഞ്ഞതും ഒന്നാണ്. ഏതാണ്? വഅദാൻ മുഅന്നസ് ഗായിബും വഅദാൻ മുദക്കർ ഹാലും ഒരേ മോഡലാണ് വരിക. പിന്നെ തസ്നിയ മുഅന്നസ് ഗായിബും തസ്നിയ മുഅന്നസ് ഹാലിറും മുദക്കർ ഹാലിറും തസ്നിയ മുഅന്നസ് ഹാലിറും ഒരേ മോഡലാണ് വരിക. ശരിയുണ്ടോ? ഓക്കെ. എതിരിബു എതിരിബാനി എതിരിബൂന തളിരിബു തളിരിബാനി എതിരിബിന തളിരിബു തളിരിബാനി തളിരിബൂന തളിരിബീന തളിരിബാനി തളിരിബിന അതിരിബു എതിരിബു. അത് തിരിച്ചറിയും. മുമ്പ് ഇപ്പോൾ നോക്കുമ്പോ തിരിച്ചറിയും. മുമ്പുള്ള സംഭവം ഒരു വേർഡിന്റെ അടിയിലായിരിക്കുമല്ലോ വരിക. അപ്പൊ ഇവിടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് വരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെ അർത്ഥം വെക്കും. ഇവിടെ സ്ഥലത്തുള്ള പുരുഷനായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ അർത്ഥം വെക്കും. ഇവിടെ സ്ഥലത്തുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ അർത്ഥം വെക്കും. ഇവിടെ പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പറയാ യാ റംല യാ റുഖിയ ഇത് ഹബ അല്ലെങ്കിൽ തളിരിബ തളിരിബാനി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓരോ പേര് നമ്മളിവിടെ പറഞ്ഞു മുന്നിലുള്ള ഒരാൾ. അതല്ലെങ്കിൽ ആ റുഖിയത്തു സൈനബത്തു തളിരിബാൻ. അപ്പൊ നമ്മൾ പറയുമ്പോ അപ്പം ചെയ്യും ഇത് പറയും. അതേപോലെ തന്നെ പിന്നെ സ്ഥലത്തുള്ള പിന്നെ അമ്പ് അബൂബക്കർ തളിരിബാൻ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് തിരിച്ചറിഞ്ഞു. അപ്പൊ ഈ മുമ്പുള്ള അവിടെ പശ്ചാത്തലം എന്താണോ അതിനനുസരിച്ച് തിരിച്ചറിയും. നമുക്ക് എളുപ്പം എന്തോള്ളൂ? കാണാൻ പഠിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഇതും ഇതൊക്കെ എന്താണ്? ഒറ്റ വേർഡാണ്. അപ്പൊ എന്തായി? 4 വേർഡ് 4 5 കയ്യിലുള്ളതാണ്. അപ്പൊ അതായത് ഇവിടേക്ക് വേറെ വേർഡ് പഠിക്കണ്ട, ഇവിടേക്ക് വേറെ വേണ്ട, ഇവിടേക്ക് വേറെ വേണ്ട, ഇവിടേക്ക് വേറെ വേണ്ട, ഇവിടേക്ക് വേറെ വേണ്ട. ആകെപ്പാട് 2 പഠിക്കേണ്ടേ ഉള്ളൂ. ഈ ഒരു തളിരിബാനി ബാക്കിയുള്ളൊക്കെ ഈ ഒരു തളിരിബൊക്കെ. അപ്പൊ നമുക്കത് കരിയറായിട്ടല്ല തോന്നുന്നത്, നമുക്കത് എളുപ്പമായി. പക്ഷെ കാണാതെ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തളിരിബു എതിരിബാനി എതിരിബൂന തളിരിബു തളിരിബാനി എതിരിബിന തളിരിബു തളിരിബാനി തളിരിബൂന തളിരിബീന തളിരിബാനി തളിരിബുന അതിരിബു എതിരിബു. അങ്ങനെ ചെല്ലാൻ പറ്റണം. ചെല്ലോ? ചെല്ലിക്കോളൂ. അർത്ഥം അങ്ങനെ പറയാം. അവനെ ഒരു പുരുഷൻ അടിക്കുമ്പോൾ 2 പുരുഷന്മാരടിക്കുമ്പോൾ 2 പുരുഷന്മാരടിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ അടിക്കും, അവിടെ 2 സ്ത്രീകൾ അടിക്കും, അവിടെ കുറെ സ്ത്രീകൾ അടിക്കും. നീ ഒരു പുരുഷൻ അടിക്കും, നിങ്ങൾ 2 പുരുഷന്മാരടിക്കും, നിങ്ങൾ കുറെ പുരുഷന്മാരടിക്കും. നീ ഒരു സ്ത്രീ അടിക്കും, നിങ്ങൾ 2 സ്ത്രീകൾ അടിക്കും, നിങ്ങൾ കുറെ സ്ത്രീകൾ അടിക്കും, ഞാനടിക്കും, നമ്മളടിക്കും. അർത്ഥം ഇതേപോലെ തന്നെ അത് നോക്കി പറഞ്ഞോക്കട്ടെ. എതിരിബു അവിടെ പുരുഷനടിക്കും 2 പുരുഷന്മാരടിക്കും, കൂടുതൽ പുരുഷന്മാരടിക്കും. അവിടെ സ്ത്രീ അടിക്കും 2 സ്ത്രീ അടിക്കും, അവിടെ കൂടുതൽ സ്ത്രീ അടിക്കും.
നീ ഒരു പുരുഷനടിക്കും, നീ 2 പുരുഷനടിക്കും, നീ 2 പുരുഷന്മാരടിക്കും, 3 പുരുഷന്മാരടിക്കും. അവൾ നീ ഒരു സ്ത്രീ അടിക്കും, നിങ്ങൾ 2 സ്ത്രീകളടിക്കും, നിങ്ങൾ സ്ത്രീകൾ അടിക്കണോ? ഞാനടിക്കും, ഞങ്ങൾ പിന്നെ അപ്പൊ എന്താ വെച്ചാല് ഈ പേരുകൾ കാണാതെ ചെല്ലുന്നത് പോലെ അർത്ഥം അതേപോലെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഞാൻ ചെല്ലുള്ളൂ മനസ്സിലല്ലേ? അപ്പൊ ഇനി ഇതിനോടൊപ്പം ചെല്ലിക്കോലെ എതിരിച്ചു അജിലിസു അല്ലേ? നെജിലിസു പറഞ്ഞ അർത്ഥം നീ എന്ത് പറയുന്നത്? സിയാത്ത് ജമ്മു മുത്തക്കല്ലി സിയാത്ത് തസ്നിയ ജമ്മു മുത്തക്കല്ലി മദ്ബാത്ത് പേര് പറയാം. സിയാത്ത് തസ്നിയ ജമ്മു മുത്തക്കല്ലി മദ്ബാത്ത് പേര് മുലാരി മഅറൂഫ് ദമീർ ദറബ് നഹ്നു പറോളി. സിയത്ത് തസ്നിയ ജമ്മു മുത്തക്കല്ലിം അല്ലേ? അത് ഇസ്ബാത്ത് അല്ലേ? അതെ. എന്താണ് ഇത് നമ്മളെ അനുഭവിച്ചതിന്റെ കിതാബിലുണ്ടല്ലോ. ഇത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇത് ചുമ്മാ മെനക്കെട്ട സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടില്ല പഠിക്കാൻ തന്നെ പിന്നെ ശരിയാണ് പഠിക്കാനായില്ല. നോക്കിട്ടേ ഒരുപാട് നിർമ്മാണമായിട്ടില്ല. പിന്നെ അപ്പാലൂന് ഫീല് മുലാരി എന്ന് പറഞ്ഞിടത്ത് മുസ്തഖ്ബില കൊടുത്തിട്ടുള്ളൂ. മുസ്തഖ്ബില് മുലാരി ഒക്കെ തന്നെയാണ് കേട്ടോ. ശരിയല്ലേ? എല്ലാത്തിന്റെയും സീ പറയാൻ പറ്റുന്നുണ്ട്. ഇനി അതിനെ സീ എന്താണ്? ഇവിടെ ഈ ആദ്യം 3 ലീലത്തെ നിങ്ങൾ വായുബ് എന്ന് പറയുന്നു, വായുബ് ആണെന്ന് പറയുന്നത് അത് ശരിക്കും ഓർമ്മയിലുണ്ടാകും. ഇവിടെ വായുബും ആളും പറയാം. ഞാൻ പറഞ്ഞു എന്നല്ലേ പറയാം. അവിടെ ഇവിടെ വായുബും ആളും. ഇനി വേറെ ഏത് പേരും ഇതേപോലെ ചെല്ലണം. യഫ്തഹു എല്ലിക്കൊളി ഇവിടെ നമ്മള് പ്രശ്നം വരും. അവിടെ അവിരിബ് പറഞ്ഞപ്പോ എന്റെ അഫ്തിബ് പറയുന്നു എന്നൊക്കെ ചിന്തിക്കും നമ്മള്. അതിരിബുന്നല്ലേ വായിച്ചോ? അതിരിബുന്നല്ലേ? അപ്പൊ അവിടെ അഫ്തഹു നഫ്തഹു പറയുന്നത് പോലെ അഫ്തിഹു നഫ്തിഹു എന്നല്ലേ പറയണ്ടേ? അപ്പൊ സംഭവം തരോ? അങ്ങനെയല്ല, അഫ്തഹു നഫ്തഹു തന്നെ പറയേണ്ടത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ച് ചെല്ലുമ്പോ അത് വേർതിരിക്കും. ഫീല് 5 രൂപത്തിലാണ്. 3 അക്ഷരങ്ങളുടെ ഫീൽ 5 രൂപത്തിലാണ്. ഒന്ന് ഫഅല യഫ്ഇലു, ആ ഇനമാണ് ദറബ യദ്രിബു. അതിന്റെ മുത്തക്കല്ലിം അഫ്ഇലു നഫ്ഇലു ആണ്. അദ്രിബു യദ്രിബു. മറ്റൊന്ന് ഫഅല യഫ്അലു ആണ്. അതാണ് ഫതഹ യഫ്തഹു. അതിന്റെ മുലാരി വരുമ്പോ അഫ്തഹു നഫ്തഹു ആണ്. മുലാരി യഫ്തഹു ആണ്, യഫ്അലു ആണ്. അങ്ങനെ 5 ഐറ്റംസ് ഉണ്ട്. അത് അപ്പുറത്ത് വരുമ്പോ നമുക്ക് കിട്ടും. അങ്ങനെ ഒന്ന് ഫഅല യഫ്അലു, മറ്റൊന്ന് ഫഅല യഫ്ഇലു, മറ്റൊന്ന് ഫഅല യഫ്അലു, മറ്റൊന്ന് ഫഅല യഫ്അലു. വേറെ ഇതില്ല. ഫഅല യഫ്അലു ഉണ്ടോ? ഫഅല യഫ്അലു വരില്ല. ഫഅല യഫ്അലു വരില്ല. ഫഅല യഫ്അലു. ഇനി ഫഅല യഫ്അലു എന്ന് വരണം എന്നുണ്ടെങ്കിൽ
ഐനിഫീലോ ലാംഫീലോ ഹൽക്കിന്റെ അക്ഷരമായാലേ ഫാലെ എഫ്അല് വരുള്ളൂ. ഐനിഫീല് ലാംഫീല് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞില്ലേ, ഫാലിന് ഫാലാകുമ്പോ ഫാലിന് ഫാഫീല്, ഐനിന് ഐഫീല്, ലാമിന് ലാംഫീല്. ഫാല എഫാലു എന്നൊരു വേർഡ് വരണം എന്നുണ്ടെങ്കിൽ, എഫ്അല് വരണം എന്നുണ്ടെങ്കിൽ ആ ഐനിഫീലോ ലാംഫീലോ, ഐനിഫീല് പറഞ്ഞാല് നാമത്തെ അക്ഷരം, ലാംഫീല് പറഞ്ഞ അവസാന അക്ഷരം. അല്ല യഫ്തഹു ഹൽക്കിന്റെ അക്ഷരമായെങ്കിലേ യഫ്അലു വരുള്ളൂ. ഫഅല യഫ്അലു എന്ന വസ്ന് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഫിഅലിന്റെ ലാമ് ഫിഅലോ ഐന് ഫിഅലോ ഹൽക്കിന്റെ അക്ഷരത്തിൽ പെട്ടതായിരിക്കണം എങ്കിലേ ഹൽക്കിന്റെ അക്ഷരങ്ങളില്ലേ, ഹാ ഹ ഖ ഐന് ഓയിന് ഹംസ്, ഈ 6 അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരമായാലേ ഏതെങ്കിലും ആയാലേ അങ്ങനെ വരുള്ളൂ. അറബി ഭാഷന്റെ നിയമം അതാണ്. ഹൽക്കിന്റെ അക്ഷരങ്ങള് ഇങ്ങനല്ലേ, ഹുറൂഫ് ഹൽക്കിൻ സിത്തത്തുൻ ഹംസും വഹ ഐനും വഹ സുമ്മ ഗൈനും സുമ്മ, ഇങ്ങനെ കുട്ടിക്കപ്പായിട്ട് പഠിക്കും. അതായത് ഹംസ് സിംഹന്നുള്ള ഹാ, പിന്നെ ഹാ, പിന്നെ പുള്ളിയുള്ള ഹാ, പിന്നെ ഐന്, പിന്നെ ഓയിന്. ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാലേ യഫ്അലു എന്ന രൂപത്തിൽ വരുള്ളൂ. അല്ലെങ്കിൽ യഫ്ഇലുവോ യഫ്ഉലുവോ ഒക്കെ ആയിരിക്കും വരിക. ഈ അക്ഷരം വരുമ്പോഴാണ് യഫ്അലു വരിക. ഈ അക്ഷരങ്ങൾ ഐന് ഫീലിനോ, അതായത് മൂന്ന് അക്ഷരമല്ലേ ഫാലിയിലുള്ളത്, രണ്ടാമത്തതോ മൂന്നാമത്തതോ ആയ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് ഹൽക്കിന്റെ അക്ഷരത്തിൽ പെട്ടാലേ യഫ്അലു എന്ന രൂപത്തിൽ വരുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ സമിഅ കഴിഞ്ഞാൽ പിന്നെ മുദാരി യസ്മഉ വരും, യസ്മഉ വരുന്നു, യഫ്അലു വരുന്നു. ഫഅല യഫ്അലു അല്ലേ ഈ ഞാൻ പറഞ്ഞത് തിരിയുന്നല്ലേ, ഈ യഫ്അലു ഐനിന് ഫതഹായിട്ട് വരണമെങ്കിൽ ആ ഐന് ഫീലിനോ ലാമു ഫീലിനോ ഹൽക്കിന്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാലാണ് ഈ ഫതഹ് വരുന്നത്. ഇപ്പൊ സമിഅ കഴിഞ്ഞിട്ട് പിന്നെ യസ്മഉ വരുന്നു, യസ്മഉ വരുമ്പോ മീമിന് ഫതഹ അല്ലേ, എന്താ അവിടെ ലാമു ഫീല് ഐനാണ്, ഹൽക്കിന്റെ അക്ഷരാണ്. ഫതഹ വന്നു, യഫ്തഹു വന്നു, എന്താണ് ലാമു ഫീല് ഹൽക്കിന്റെ അക്ഷരാണ്. ഹൽക്കിന്റെ അക്ഷരം തൊണ്ടിന്ന് പറഞ്ഞ അക്ഷരം ഐന് ഖാഫില, ഐന് ഓയിന്, പിന്നെ ഹംസ്, ഏതെങ്കിലും അക്ഷരം ആയാലാണ് രണ്ടുണ്ട്. ഐന് പുള്ളില്ലാത്തത് ഐന് തന്നെ, പുള്ളിയുള്ളത് ഓയിന്, പിന്നെ പുള്ളിയുള്ള പിന്നെ ഹംസ അൽ വരണം എന്നുണ്ടെങ്കിൽ ഇവ ഈ 97% അക്ഷരങ്ങൾ അറബിയില്, അതിൽ 2% മറ്റേ എഫ്ഇലു, പിന്നെ അങ്ങനെ 2% പൊതുവെ അറബി പദങ്ങളില്. അല്ലെ, അത് സംഭവം വെച്ചാല് ഇവിടെ ഇവര് നിയമം പറയുന്നോട്ട് എങ്ങനെ വെച്ചാല്, നിയമം പറയാനല്ല, വരവ് അറബിയിൽ അങ്ങനെ അല്ലാത്ത വേറെ കാണൂല. നമ്മൾ ഹൽക്ക് അലു വന്നു എന്നാണ് ഇവിടെ പ്രശ്നം. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ അതിരിവ് വായിക്കും, പക്ഷെ ഫതഹ വന്നപ്പോ അഫ്തഹു എന്നാണ് പറഞ്ഞത്. നമ്മള് അതിരിബു എന്ന് പറഞ്ഞോട്ട് അഫ്തഹു എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ മുദാരി അലു വരുന്നത് കൊണ്ടാണ്. ലറബന്റെ മുദാരി യദ്രിബു ആണ്. ലറബന്റെ മുദാരി യദ്രിബു വന്നുകൊണ്ടാണ് അതിന് ഐൻഫീലോ ലാംഫീലോ ഹൽക്കിന്റെ അക്ഷരങ്ങൾ പെട്ടതില്ല. ശരിയല്ലേ? അപ്പോ ലറബി യദ്രിബു ആയി. അതുകൊണ്ട് ഹൽക്കിന്റെ അക്ഷരം ഉണ്ടെങ്കിലോ യഫ്തഹു ആയി, ഫതഹ യഫ്തഹു ആയി. കാരണം ഹൽക്കിന്റെ അക്ഷരം അവസാനത്തെ അക്ഷരം. സെമിയന്റെ അവിടെ യസ്മാനുണ്ട്, അതുണ്ടെങ്കിലേ വരുള്ളൂ ഫതഹ യഫ്തഹു. പക്ഷെ അത് ഉണ്ടായിനെ കൊണ്ട് വന്നോളുന്നുണ്ടോ? അതില്ല. അങ്ങനെ യഫ്തഹു വരണം എന്നുണ്ടെങ്കിൽ ഹൽക്കിന്റെ അക്ഷരം വരണം. ഹൽക്കിന്റെ അക്ഷരം ആയിന്നതിനെ കൊണ്ട് വരും, അങ്ങനെ വന്നോളുന്നൊന്നുമില്ല. ഉദാഹരണം തഹലു ആണ്, ലമ്മാണല്ലോ.
യദ്ഖുലു. അപ്പൊ അത് വന്നതിനെ കൊണ്ട് അത് വരില്ല. പക്ഷെ വരണമെന്നുണ്ടെങ്കിൽ ഹൽക്കിനാവും. മനസ്സിലായി? യദ്ഖുലു ഫതഹ് വരുന്നില്ല, യദ്ഖലു അല്ലേ പറയല്? ഹൽക്കിന്റെ അക്ഷരമായാലേ ഫതഹ് വരുള്ളൂ. പക്ഷെ ഹൽക്കിന്റെ അക്ഷരമായി എന്നതുകൊണ്ട് എല്ലാവർക്കും ഫതഹ് വരും. അതില്ല. മനസ്സിലായില്ലേ? പഠിക്കന്നെ വേണം. അപ്പൊ ചില റൂമിലേക്ക് വരാൻ പറ്റില്ല. നമ്മള് ശ്രദ്ധയോട് കൂടെ പോകുമ്പോ ഈ ഹംസ ഒന്ന് ചെറുതായിട്ട് പറയാം. എന്താണ് ഹംസ എന്ന്? ഹംസ ഇതാ അലിഫ് പറഞ്ഞ അപ്പൊ അലിഫ് എന്താ പറയാ? അലിഫ് ഇതിന് തഹ്കീഖിന്റെ അംസയും തസ്ഹീലിന്റെ അംസയും ഉണ്ട്. വസ്ലിന്റെ അംസ ഖസറിന്റെ അംസ രണ്ട് രൂപത്തിലാണ്. അതായത് ഇപ്പൊ അലിഫ് എന്ന് പറയുമ്പോൾ തഹ്കീഖിന്റെ അംസയാണ്, ഖസറിന്റെ അംസയാണ്. അംസനെ പറഞ്ഞു. അതേ സ്ഥാനത്ത് തഹ്കീഖ് അല്ലാതെ പറയുന്നത് അലിഫ് ആ എന്ന് പറഞ്ഞാൽ തഹ്കീഖ് ആയില്ല, തസ്ഹീലാക്കി. അത് അലിഫായോ? അലിഫായി. അലിഫാകുമ്പോ ആ നമ്മള് ആ ഈ ഉ എന്ന് പറഞ്ഞാൽ അലിഫായി. അതായത് ആ ഈ ഉ എന്ന് പറയുമ്പോൾ തഹ്കീഖിന്റെ അംസയാണ്. അതൊരു സംശയമുള്ള കാര്യം. മാത്രമല്ല സംശയം വരും ചെയ്യും. നമ്മൾ ഓടുമ്പോ മുസ്താഫിൽ കാണാം ചില അലിഫിനെ നമ്മൾ കാണൂല. എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഓത്തിൽ കാണൂല. ഇവിടെ മുസ്താഫ് എന്താണ് വാവ് എന്താ അവിടെ? ആ അലിഫിനെന്ത് ചെയ്തു? തസ്ഹീൽ അത് വസ്ലിന്റെ അംശയാക്കി കൊടുത്തു. ഒത്തിരിക്കാതെ അല്ലേ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണും. ഓടിപ്പോവാറുണ്ട്. അറിയില്ലെങ്കിൽ സുമ്മ കവാ അജലൻ. നോക്കി, സുമ്മ കവാ അജലൻ. സുമ്മ കവാ അജലൻ എന്ന് പറയുമ്പോ അജലൻ എന്ന് പറയുമ്പോൾ തഹ്കീഖിന്റെ അംശം കഥയിന്റെ അംശം. സുമ്മ കവാ അജലൻ എന്ന് പറയുമ്പോ കേട്ടോ. സുമ്മ അൻതും അപ്പൊ കഥയിന്റെ അംശയായി. പിന്നെ ഈ അംസനെ പറയാതെ സുമ്മൻതും എന്ന് പറഞ്ഞാൽ വസിലിന്റെ അങ്ങനെ പറയോ? അങ്ങനെ പറയും. അതെ, ഹുവല്ലദി അവിടെ തന്നെ ആ അലിഫ് പോയിട്ട് അങ്ങനെ നോക്കി ഹുവ അല്ലദി എന്നാണല്ലോ. ഹുവ അല്ലദി, ഹുവ അവനാവുന്ന അല്ലദി ഒരുത്തനാണ്. പക്ഷെ ഓടുമ്പോ ഹുവല്ലദി. ഇല്ല, അർത്ഥം പോലും